കൊടുക്കുക. ഒരുപാട് വിഷമിച്ചും വേദനിച്ചും ഒറ്റപ്പെട്ടും മരണം പോലും കാത്തു കഴിയുന്ന വ്യക്തിത്വങ്ങൾക്ക് ഭഗവാനിലേക്ക് അടുക്കാനുള്ള വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ ക്ലാസ്. അതുകൊണ്ട് അത് മറക്കാതിരിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമുക്കപ്പം കൃഷ്ണയാമത്തിലൂടെ മഹാഭാരത കഥ കേൾക്കാം. ഓക്കെ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് മഹാഭാരതം ക്ലാസ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരല്പം ബോറിംഗ് ആണ് അല്ലേ? സാരമില്ല, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇന്ന് അതൊരു 5 മിനിറ്റ് കൊണ്ട് അത് തീരും. അപ്പം ആ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്? അർജുനൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ഒരു മിനിറ്റ് കേട്ടോ. അർജുനൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒരല്പം ബോറിംഗ് ആണ് ഈ ഒരു ചാപ്റ്റർ അല്ലേ? സാരമില്ല, എപ്പോഴും സുഖദുഃഖങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷകളും ചിരികളും ഒക്കെ മാറി മാറി വരും. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, വിവേക ബുദ്ധിയില്ലാത്തവൻ ആത്മാവ് തന്നിൽ തന്നെ ഇരിക്കുന്നു എന്ന് അറിയുന്നില്ല. എന്താ വിവേക ബുദ്ധി എന്ന് പറഞ്ഞാൽ? എന്താണ്? തിരിച്ചറിയാനുള്ള കഴിവ്. നമുക്ക് യെസ് മാരർ, വിവേക ബുദ്ധി. നമ്മൾക്ക് ഏറ്റവും വലിയ അറിവ് എന്താണെന്നറിയാമോ? തിരിച്ചറിവാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കില്ല. നമ്മൾ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്. ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു വട്ടം ചതിക്കപ്പെട്ടാൽ പഠിക്കില്ല, വീണ്ടും അതേപോലത്തെ മറ്റൊരു പ്രശ്നത്തിൽ പോയി തലവെക്കും. 100 പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് കലിയുഗമാണ്. ഇന്ന് ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അത് ആരുടെയും തെറ്റല്ല, കാലത്തിൻ്റെ കുഴപ്പമാണ്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യും? അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കും. അപ്പോൾ വിവേക ബുദ്ധി ഇല്ലാത്ത വ്യക്തി, തിരിച്ചറിവില്ലാത്തൊരു വ്യക്തി എന്താ ചിന്തിക്കാം? ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഒരിക്കലും തിരിച്ചറിയില്ല. അവരിങ്ങനെ വേറെ പല 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 കാര്യങ്ങൾ ഈ ലോകത്തെ സന്തോഷത്തോടു കൂടി ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ നടക്കും. എന്നാൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണെന്നും ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ആ ഭഗവാനെ ആശ്രയിച്ചാണ് എല്ലാ ജീവാത്മാക്കളും ജീവിക്കുന്നതെന്നും ഒരിക്കലും മനസ്സിലാക്കില്ല. അവരവരുടേതായ ഒരു എൻ്റർടൈൻമെൻറ്റ് ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവസാനം ഈ എൻ്റർടൈൻമെൻറ്റ് എപ്പോഴാണെന്നറിയാം അവസാനിക്കുക? നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് ക്ഷയിച്ച് നമുക്ക് വാർദ്ധക്യം നമ്മളെ പിടികൂടി തുടങ്ങുമ്പോൾ, ജരാനരകൾ നമ്മളെ ബാധിക്കുമ്പോൾ, പഴയ കൂട്ടുകാരൊന്നും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ സ്ഥലം മാറിപ്പോകും, അവരുടെ മക്കളുടെ അടുത്തേക്ക് പോകും, ചിലർ മരണപ്പെട്ടു പോകും, നമുക്ക് പണം കിട്ടാതെ പോകും, നമ്മുടെ ശമ്പളമൊക്കെ ഒന്ന് കുറയും, ജോലി തീരും, ഇങ്ങനെ നമുക്ക് പല 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 നമ്മളുടെ നിന്ന ആ സാഹചര്യത്തിൽ ഒരു നല്ല ബ്രൈറ്റായിട്ടൊരു വെളിച്ചത്തിൽ നിന്നെടുത്തുനിന്ന് നമ്മളൊന്ന് പിൻവാങ്ങി വരുമ്പോൾ നമ്മളിൽ ചിന്തകൾ വർക്കൗട്ടാവും. കഴിഞ്ഞ കൊല്ലമൊക്കെ എങ്ങനെയായിരുന്നു, ഈ കൊല്ലം ഇങ്ങനെയായി എന്ന് നമ്മളിങ്ങനെ പിൻവാങ്ങി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈശ്വരനെ തേടും. അത് ശരിയല്ല. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഓർമ്മ വെച്ച് തുടങ്ങിയത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഭഗവാനെ അറിയാൻ നമുക്കൊരവസരം കിട്ടിത്തുടങ്ങിയത്, ആ സമയം മുതൽ നമ്മൾ ആ ഒരു ഈശ്വരനെ അറിയാനുള്ള നമ്മുടെ മനസ്സ് അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. എന്താ കട്ടാവുന്നു എന്ന് പറയുന്നത്? ഗുരുവായൂർ മഞ്ചേരീസ് വൈഫൈയിൽ തന്നെയാണല്ലോ പോകുന്നത്. നിങ്ങളുടെ നെറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ നെറ്റ് ഓഫ് ചെയ്ത് ഒന്നുകൂടി ഓൺ ചെയ്യാം. എയറോപ്ലെയിൻ മോഡിലിട്ടിട്ട് വീണ്ടും നെറ്റിലേക്ക് കയറുക. അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും. ഇവിടെ പ്രശ്നമില്ല, ഇവിടെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ബിന്ദുമ്മ എൻ്റെ മറ്റേ 2 ഫോണും എടുത്തെന്നോളൂ. നമ്മളെപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സമയവും ഭഗവാനുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളൊരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല. അങ്ങനെ ഒറ്റപ്പെടേണ്ടി വരാതെ വരുമ്പോൾ നമ്മൾ ഭഗവാനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ വിവരമില്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ വിവേകമില്ലാത്ത വ്യക്തികൾ ചിന്തിക്കും. എന്താ ചിന്തിക്കുക? ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊന്നും ചിന്തിക്കില്ല. അവരിങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് നടക്കും. ഓക്കെ, ഇനി കട്ടാവില്ല കേട്ടോ. മറ്റേ 2 ഫോണിലും വൈഫൈ കണക്റ്റഡ് ആയിരുന്നു, എല്ലാം ഓഫ് ചെയ്തു.
അങ്ങനെ വിവരമില്ലാത്ത വ്യക്തികൾ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. കാരണം അവർ ഭഗവാനെ അറിയുന്നില്ല. അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഈ സംസാര സാഗരത്തിൽ നമ്മൾ ഈ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചോ അതൊക്കെ തിരിച്ചും 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 നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ആത്മസുഖത്തെ ഉപേക്ഷിച്ച് അവൻ വിഷയസുഖങ്ങളിൽ ആസക്തനായിത്തീരുന്നു. നമ്മൾ എപ്പോഴും സുഖിക്കേണ്ടത് എന്ത് സുഖത്തിലാണ്? ആത്മസുഖത്തിലാണ്. എന്താണ് ആത്മസുഖം എന്ന് പറയുന്നത്? നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ 100 വട്ടം നമ്മളുടെ ഉള്ളിലിരുന്ന് ആരോ നമ്മളോട് മന്ത്രിക്കും, വേണ്ട, പോകണ്ട, തെറ്റാണ്, ചെയ്യണ്ട, ചോദിക്കണ്ട, വാങ്ങണ്ട, കാണണ്ട. പക്ഷെ ഇതൊന്നും നമ്മൾ കേൾക്കാൻ റെഡിയല്ല. ഇതൊന്നും നമ്മൾ കേൾക്കാൻ റെഡിയല്ല. യെസ്, നമ്മൾ എന്ത് ചെയ്യും? ആ പ്രവൃത്തി തന്നെ നമ്മൾ തിരിച്ചു ചെയ്യും, അല്ലേ? ഇന്ന് രാവിലത്തെ പ്രഭാത മഞ്ജരി കംപ്ലീറ്റ് കേട്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ആ പ്രവൃത്തി തന്നെ നമ്മൾ തിരിച്ചു ചെയ്യും. എന്നിട്ട് നമ്മൾ വലിയൊരു അത്യാപത്തിൽ ചെന്ന് ചാടും. അപ്പം നമ്മൾ പറയൂ, എൻ്റെ മനസ്സ് അപ്പോഴേ പറഞ്ഞതാ ചെയ്യേണ്ടെന്ന്, എന്നിട്ടും ഞാൻ ആ തെറ്റ് ചെയ്തു. അങ്ങനെയുള്ള ഒരു അവസ്ഥ, ഈ ആത്മീയ സുഖം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് ആത്മാവ് മന്ത്രിക്കുന്ന പരമാത്മാവിൻ്റെ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ആത്മാവ് മന്ത്രിക്കുന്ന ആ വാക്കുകൾ കേൾക്കാതെ നമ്മൾ അതിനെ മനസ്സെന്നോ ബുദ്ധിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ആ മനസ്സ് നമ്മളോട് 100 വട്ടം ചെയ്യണ്ടെന്ന് പറയുന്ന കാര്യം, ആ ഒരു ഉപദേശം കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട് ശരീരമാകുന്ന വസ്ത്രത്തെ കൊണ്ട് എന്ന് തന്നെ പറയണം, നമ്മളുടെ ആത്മാവ് ധരിച്ചിരിക്കുന്ന ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ശരീരസുഖത്തിന് വേണ്ടി പല പല തെറ്റായ കാര്യങ്ങളിലും പോയി നമ്മൾ തലവെക്കുന്നു. അങ്ങനെ തലവെച്ച് വിഷയസുഖങ്ങളിൽ ആസക്തനായിത്തീരുന്നു, അല്ലേ? ഇപ്പം നമ്മളൊരു തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആത്മാവ് നമ്മളോട് പറയും, വേണ്ട, അങ്ങനെ പോവരുത്, ഒരിക്കലും പോവരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ടും എന്താ ചെയ്യുക? നമ്മൾ ആ തെറ്റായ കാര്യങ്ങളിലേക്ക് തന്നെ തലയെടുത്ത് വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തലയെടുത്ത് വെക്കുന്നത്? നമ്മൾക്ക് സുഖിക്കണം, നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം. അങ്ങനെ നമ്മൾ ആ സുഖത്തിൽ പോയി, നമ്മളിപ്പോൾ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണറിനെ തിരഞ്ഞെടുത്തു, നമ്മൾക്കറിയാം അമിതമായിട്ട് ചെലവ് നടക്കുന്നു, ഒരുപാട് പൈസ പോകുന്നു, സമയം വേസ്റ്റ് ആവുന്നു. അങ്ങനെ നമ്മൾ കുറച്ചു കാലം ആ സുഹൃത്തുമായി എൻ്റർടൈൻമെൻറ്റിൽ വളരെ സന്തോഷത്തോടു കൂടി സന്തോഷിച്ച് പിന്നെ ആ സൗഹൃദത്തിൽ ഒരു അകൽച്ച വരും. അത്രയും നാൾ കൊടുത്ത സ്നേഹം, അവർക്ക് വേണ്ടി ചിലവാക്കിയ സമയം, നമ്മളെ കുടുംബത്തിന് വേണ്ടി പോലും നമ്മൾ അത്രയും സമയം ചിലവാക്കിയിട്ടുണ്ടാവില്ല, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് പോലും അത്രയും സമയം ചിലവാക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ചില സമയത്ത് ചില ലേഡീസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ചില ജെൻസ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഞാൻ പ്രത്യേകം അവരെ നോട്ട് ചെയ്യാറുണ്ട് പല സാഹചര്യങ്ങളിലും. ചില സമയങ്ങളിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷൂട്ടിന് വേണ്ടി പോകുന്ന സമയത്ത് ഒക്കെ ഞാനിത് നോട്ട് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരിങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഇവരുടെ കുട്ടികൾ പോയിട്ട്, മമ്മി, അമ്മേ, എന്താടാ മിണ്ടായിരിക്കും, അവിടെ എന്താ കാണിക്കുന്നത്, നീ ഒന്ന് അടങ്ങിയിരിക്കും, പോട്ടെ, സോറി, പറയൂ, അത് എൻ്റെ ഒരു മോനാണ്, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്ന എത്ര അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയും. കാരണം അവർ ജന്മം നൽകിയ മക്കളുടെ ചോദ്യങ്ങളോ മക്കളോ അല്ല അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ഇമ്പോർട്ടൻറ്റ് ഫോണിലുള്ള തേർഡ് പേഴ്സൺ ആണ്. എന്നിട്ട് ഈ തേർഡ് പേഴ്സൺ ആയിട്ട് കാലാകാലം ഈ ബന്ധം നിലനിൽക്കോ? ഇല്ല. ഈ തേർഡ് പേഴ്സൺ ആയിട്ട് ഒരിക്കൽ തെറ്റും. നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട സമയം മക്കൾക്ക് തന്നെ കൊടുക്കണം. എത്ര കണ്ട് മക്കളോട് വയലൻസ് ഇല്ലാതെ നമ്മൾ ബിഹേവ് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് വയലൻസ് ഇല്ലാതെ ബിഹേവ് ചെയ്യണം. വയലൻസിലൂടെ ഒരിക്കലും മക്കൾ നന്നാവില്ല. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയോ അമ്മയോ സഹോദരങ്ങളോ സ്വന്തം മക്കളോ വിളിച്ച അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. അവരുടെ റിയാക്ഷൻ ഭയങ്കരമായിരിക്കും. അവസാനം ഈ കൂട്ടുകാരൻ ചതിച്ച്, അല്ലെ ആ കൂട്ടുകാരി ചതിച്ച്, അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലിയെ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കണം? വിഷയസുഖങ്ങൾ കൊണ്ട് സംഭവിക്കുകയാണ്. നമ്മൾക്ക് ഭഗവാൻ ഒരു ബന്ധം തന്നിട്ടുണ്ട്, ഊട്ടിയുറപ്പിച്ച നല്ല ബന്ധം തന്നിട്ടുണ്ട്. എന്താണ്? അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവരുടെ കൈ പിടിച്ചു വരുന്ന അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അല്ലേ? നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മമാർ. മാതാജി, ഞാൻ ആരുടെ മെസ്സേജും നോക്കിയിട്ടില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ വർക്കിന് പോയതാണ്, വൈകിട്ടാണ് വന്നത്, ഞാൻ ചോറ് പോലും കഴിച്ചിട്ടില്ല.
ഈ സമയം വരേക്കും ഞാൻ 2 ഗ്ലാസ് കോഫിയാണ് കഴിച്ചത്. ഇപ്പം അതേ ആ കോഫി മടുത്ത കാരണം ചൂടുവെള്ളം കഴിക്കുന്നു. ദയവായി ആരും ടെൻഷൻ അടിക്കണം, മെസ്സേജൊക്കെ നോക്കിക്കോളാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് നമ്മൾ വിഷയസുഖങ്ങളിലേക്കാണ് തലവെക്കുന്നത്, അല്ലേ? ഒരു നിമിഷമെങ്കിലും മൊബൈൽ മാറ്റിവെച്ച് സ്വന്തം അച്ഛനെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചെങ്കിൽ, സ്വന്തം അമ്മയെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചെങ്കിൽ, ഒന്ന് ഭാര്യയെ കേൾക്കാൻ ശ്രമിച്ചെങ്കിൽ, ഒന്ന് ഭർത്താവിനെ കേൾക്കാൻ ശ്രമിച്ചെങ്കിൽ, മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിൽ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ആ മൊബൈൽ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ, ആ കുടുംബത്തിൽ മഹാലക്ഷ്മി വിളയാടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നിങ്ങൾക്കറിയാമോ, എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് ചിലപ്പോൾ വരുമ്പോൾ, എൻ്റെ അച്ഛന് ബിസിനസ്സാണ്, എക്സ്പോർട്ടിങ് ബിസിനസ്സാണ്. ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് 12:30 1 മണിയൊക്കെ ആവും, ചിലപ്പോൾ 2 മണിയാവും, ചിലപ്പോൾ അച്ഛൻ 7-8 മണിക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ലൈവ് ഇടുമ്പോൾ അതൊക്കെ എൻ്റെ അച്ഛൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറയും, അച്ഛനത് ഓക്കെ പറയും. ആ സമയത്ത് എന്താ ഉണ്ടാവുകയെന്നറിയാമോ? അമ്മയോട് ഞങ്ങൾ വൈകിട്ട് ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴേക്കും ചോറ് അമ്മേ ചോറ് എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ ഏട്ടൻ ചോദിക്കില്ല, എന്താ പറയുക, അമ്മ അച്ഛൻ വന്നില്ലേ? അപ്പം അമ്മ വന്നില്ല, അച്ഛന് നല്ല പണിയുണ്ട് എന്നാണ് പറഞ്ഞത്. അന്നൊന്നും മൊബൈലില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു റിലയൻസിൻ്റെ ഒരു കുട്ടി ഫോൺ, പിന്നെ ഒരു അൽക്കാട്ടൽ എന്നൊക്കെ പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഫോണൊക്കെ വന്നപ്പം അന്ന് അച്ഛൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും പൈസ കൊടുക്കണം, ഇൻകമിങ്ങിനും ഔട്ട് ഗോയിങ്ങിനും കാശ് കൊടുക്കുന്ന കാലത്ത് നമ്മുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കും. എന്നിട്ട് ഇങ്ങനെ പറയും ലേറ്റ് ആവും എന്ന് പറയും. അപ്പോൾ അമ്മ പറയും അച്ഛൻ വന്നിട്ടില്ല. ഉടനെ എൻ്റെ ഏട്ടൻ പറഞ്ഞത് അച്ഛൻ വന്നിട്ട് മതി ചോറ്, അവൻ പോയി കിടക്കും. അമ്മയും പറയും എന്നാൽ ഞാനും അച്ഛൻ വന്നിട്ടേ കഴിയും. പിന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്കിരുന്ന് എന്തിനാ കഴിക്കണേ? അപ്പം അമ്മ പറയും നിനക്ക് വിശക്കുണ്ടോ, ചോറ് അറിയാം. എനിക്ക് അച്ഛൻ വന്നിട്ട് മതി എന്ന് പറയും. ഞങ്ങൾ കിടന്നുറങ്ങിപ്പോവും, ഞാനും ഏട്ടനും അമ്മയും അങ്ങനെ കിടന്നുറങ്ങിപ്പോവും. അങ്ങനെ അപ്പോൾ ലാൻഡ് ഫോണിൻ്റെ വയറ് ഇങ്ങനെ കെട്ടിവെക്കുമല്ലോ ജനലിൻ്റെ മുകളിൽ, അതിങ്ങനെ വലിച്ചെടുത്തിട്ട് അമ്മ തലയുടെ ഭാഗത്ത് വെക്കും. അമ്മ തറയിൽ കിടക്കും, ഞാനും ഏട്ടനും റൂമിൽ കിടക്കും കട്ടിൽ. 1:30 മണി 2 മണിക്കൊക്കെ അച്ഛൻ വരും. അച്ഛൻ വരുന്ന സമയത്ത് ഡോറിൻ്റെ അവിടെ നിന്നും ഗേറ്റ് കുറച്ച് ദൂരെയാണ്. അപ്പം ഞങ്ങൾക്ക് വിളിച്ചാൽ കോളിംഗ് ബെല്ല് അടിക്കണമെങ്കിൽ ഗേറ്റ് തുറന്ന് അകത്ത് വരണ്ടേ. അപ്പം അച്ഛൻ പുറത്തുനിന്ന് ലാൻഡ് ഫോണിലേക്ക് വിളിക്കും. അപ്പം അമ്മ പോയിട്ട് ഡോർ തുറക്കും. ഞങ്ങൾ അറിയ പോലും ഇല്ല. അച്ഛൻ വന്ന് കുളിച്ച് ആ സമയത്ത്, ഇപ്പോഴും അങ്ങനെയാണ്, അച്ഛൻ വന്ന് കുളിച്ച് ചൂടുവെള്ളം എന്ന് പറയുന്ന സാധനം തൊടേയില്ല, തണുത്ത വെള്ളത്തിൽ കുളിച്ച്, അതും കിണറ്റിലെ വെള്ളം, പൈപ്പിലെ വെള്ളത്തിൽ കുളിക്കില്ല. കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് എന്നിട്ട് അച്ഛൻ പറയും ചോറെടുത്ത് വെക്കുകയെന്ന് പറയും. പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. ചീനച്ചട്ടിയോടുകൂടി വെക്കും, ചട്ടിയും കറിയും അതുപോലെ വെക്കും, ചോറും കലവും അതുപോലെ വെക്കും. എന്നിട്ട് ആദ്യം എന്നെ വന്ന് വിളിക്കും, അമ്പിളി എഴുന്നേക്ക് വാ ചോറ് കഴിക്കാം. നല്ല ഉറക്കച്ചടവായിരിക്കും. ഏട്ടനെയും വിളിക്കും. എന്നിട്ട് ഞാനും അച്ഛനും അമ്മയും ഏട്ടനും കൂടെ ഇരുന്ന് ഞങ്ങൾ 4 പേരും വട്ടത്തിലിരുന്ന് തറയിലിരുന്ന് ഭക്ഷണം കഴിക്കും. ഇതായിരുന്നു എൻ്റെ വീട്ടിലെ രീതി. ഇപ്പോഴും എൻ്റെ അച്ഛന് ഇഷ്ടമല്ല മൊബൈൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എടുക്കുന്നത്. അതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നുള്ളത് ഇപ്പോഴും നിർബന്ധമാണ്. ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്, ഒറ്റയ്ക്കിരുന്നൊരു കഴിപ്പില്ല. അപ്പോൾ നമ്മളത് ശീലിക്കുമ്പോൾ, ഞാൻ ആ ഫീലിംഗ് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഫീലിംഗ് ഭയങ്കര ഫീലിംഗാണ്, മനസ്സിലായില്ലേ? ഭയങ്കര ഒരു ഫീലിംഗാണ്. അപ്പം അതേപോലെ ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം ജീവിതത്തിൽ. നിസാര കാര്യങ്ങളിൽ കിട്ടുന്ന സന്തോഷങ്ങൾ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ സുഖം എന്ന് പറയുന്നത്. അല്ലാതെ മൊബൈല്, ടെലിവിഷൻ അങ്ങനെയുള്ള കുറേ വിഷയസുഖങ്ങളിൽ നമ്മൾ ചെന്ന് പെടുമ്പോഴാണ് നമുക്ക് വ്യക്തിബന്ധങ്ങൾ നശിച്ചു പോകുന്നത്. ആ വ്യക്തിബന്ധങ്ങളിലൂടെ മലിനമാവുന്നത് നമ്മുടെ ബോധമാണ്. ആ ബോധം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആരോരും ഇല്ലാതാവുകയാണ്. എല്ലാവരും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ആ ഒറ്റപ്പെട്ട അവസ്ഥ നമുക്ക് നൽകുന്നത് എന്താണെന്നറിയാമോ? എന്നേക്കുമുള്ള ദുഃഖമാണ് നൽകുന്നത്. സീരിയസ്ലി, വയ്യാതെ കിടക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അവരോടൊന്ന് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എത്ര സമയം കൊടുക്കാനും റെഡിയാണ്, അല്ലേ? എത്ര സമയം കൊടുക്കാനും റെഡിയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി നമുക്കൊരല്പം സമയം കൊടുത്തൂടെ? നമ്മുടെ മക്കളോടൊരു അരമണിക്കൂർ നമുക്ക് സംസാരിച്ചൂടെ? നമുക്ക് ടെൻഷൻ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ആ സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുമ്പം ആ മക്കളും മൊബൈലിൽ നിന്ന് മാറും. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവും. നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഉമ്മർത്തിരുന്നിട്ട് ഞാൻ, അച്ഛന്, അമ്മ, ഏട്ടൻ, ഏട്ടൻ്റെ ഭാര്യ, മക്കള്, അവൻ്റെ മക്കള്,
അമ്മമ്മ, ആൻറ്റിയുടെ മക്കള്, ഞങ്ങളെല്ലാവരും അവിടെ പുറത്ത് അവരൊക്കെ കസേരട്ടിരിക്കും. ഞങ്ങളും ആ വീടിൻ്റെ ഉമ്മറത്ത് ചാരുവടി പോലത്തെ അവിടെ ഇരിക്കും. കുറേ വിശേഷങ്ങൾ പറയും, കഥകൾ പറയും. അതിൻ്റെ ഒരു സന്തോഷം, സുഖം, മനസ്സുഖം എന്ന് പറയുന്നത് എത്രമാത്രം സന്തോഷമാണെന്നറിയാമോ? അത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മളത് എന്താ പറയുക, നമ്മളത് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ വിഷയസുഖങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ട് ആത്മബന്ധങ്ങളിൽ നമ്മൾ മുഴുകണം. അവിടെ ഈശ്വരനുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല. ചിന്തിക്കണം, അവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല. അവിടെ നമ്മൾക്ക് പുഞ്ചിരിക്കാൻ സാധിക്കും, ചിരിക്കാൻ സാധിക്കും മനസ്സ് തുറന്ന്. ഇന്ന് ആ ഒരു വികാരം പലരും മറന്നു പോയിരിക്കുകയാണ്. കാരണം എന്താ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ ചായ കുടിക്കുമ്പോഴോ ശരി, എന്താ പറഞ്ഞത്? ഓക്കെ ആയിക്കോട്ടെ, ഓക്കെ ശരി, ഇല്ലില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ കണ്ട കാര്യമാണ് പലരിലും. അച്ഛൻ്റെ മുഖം എന്താണ്, അമ്മയുടെ മുഖം എന്താണ്, അവരുടെ യൗവനം ആർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി, ജന്മം നൽകിയ മക്കൾ എത്രത്തോളം വളർന്നു, ഇതൊന്നും നോക്കാൻ ആർക്കും സമയമില്ല. കൈപിടിച്ചു വന്ന ഭാര്യയുടെ മുടി നരച്ചോ, അവൾ തറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവളുടെ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടാണോ അവളുടെ ശരീരം ഇത്രയ്ക്ക് തളർന്നു പോയത്? ഒരു പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീ എത്രമാത്രം ശാരീരിക പ്രയാസങ്ങളിലേക്ക് പോകുന്നു എന്നറിയാമോ? എത്രമാത്രം ഹോർമോൺ ചേഞ്ച് അവളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു എന്നറിയാമോ? ഇതൊന്നും അറിയാൻ ആർക്കും സമയമില്ല. എന്നാൽ എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരോ ഭാര്യയുടെ കയ്യിലും മൊബൈൽ, ഭർത്താവിൻ്റെ കയ്യിലും മൊബൈൽ. എന്നിട്ട് ഭാര്യ അങ്ങോട്ടും തിരിഞ്ഞു കിടക്കും, ഭർത്താവ് ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. 100 പാസ്വേഡ് മൊബൈലിന്. ഒന്ന് ആലോചിച്ച് നോക്കണം. 1000 പാസ്വേഡ്. സ്ക്രീനിനൊരു പാസ്വേഡ്, വാട്സപ്പിനൊരു പാസ്വേഡ്, ഫേസ്ബുക്കിനൊരു പാസ്വേഡ്, മെസ്സേജിനൊരു പാസ്വേഡ്. എന്തിന്? നിങ്ങൾ എന്താണ് ഈ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യുന്നത്? ബന്ധങ്ങളാണ് ലോക്ക് ചെയ്യുന്നത്, മൊബൈലല്ല ലോക്ക് ചെയ്യുന്നത്. ആലോചിക്കണം. മൊബൈലല്ല ലോക്ക് ചെയ്യുന്നത്, ബന്ധങ്ങളാണ് നിങ്ങൾ ലോക്ക് ചെയ്യുന്നത്. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മുമ്പിൽ തുറന്നു വെക്കാൻ പറ്റാത്ത എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ആ രഹസ്യങ്ങൾ നിങ്ങളെ കാലാകാലം സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തെങ്കിലും ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ചിന്തിച്ചു നോക്കണം, സ്വയം ചിന്തിക്കൂ. നിങ്ങൾ പാസ്വേഡ് ഇട്ട് സൂക്ഷിക്കുന്ന ഒരു ബന്ധങ്ങളും ഞാൻ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടരാ, നിങ്ങൾ ആരെയും സംരക്ഷിക്കില്ല, നിങ്ങളെ ആരെയും സംരക്ഷിക്കില്ല. സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അവസാന നിമിഷം കെട്ടുതാലി പോലും ഊരിത്തരാൻ നിൽക്കുന്നവളായിരിക്കും ഭാര്യ. സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസാന ശ്വാസം വരെ ആ കുടുംബത്തിന് വേണ്ടി പോരാടുന്നവനാണ് ഭർത്താവ്. എൻ്റെ മോൻ, എൻ്റെ മോൾ എന്ന് പറയുന്ന നെഞ്ചിലെ നെരിപ്പോടുമായി ജീവിക്കുന്നവരാണ് സ്വന്തം അച്ഛനും അമ്മയും. അറിയാമോ? സ്വന്തം അച്ഛനും അമ്മയും അങ്ങനെയാണ്. ഇനി എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഈ ഒരു തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം മക്കൾ, ഇവരിൽ നിന്ന് എന്താണ് മറച്ചു വെക്കാനുള്ളത്? ഇന്നലെ വരെ മറച്ചു വെച്ച് എല്ലാ ബന്ധങ്ങളെ അങ്ങ് കൊണ്ടക്കള, ചവറ്റുകൊണ്ടേൽ ഇട്ടുകള. ഇതൊന്നും നമുക്കൊന്നും തരില്ല, നമുക്കൊന്നും ഉണ്ടാക്കി തരില്ല. ഇതൊന്നും നമ്മളെ വഞ്ചിക്കുകയുള്ളൂ, നമ്മളെ ചതിക്കുകയുള്ളൂ, നമ്മളെ ഒറ്റപ്പെടുത്തുകയുള്ളൂ. നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കി തരൂ. സമയനഷ്ടം, മാനനഷ്ടം, അതുപോലെ ധനനഷ്ടം. ഇത് ഉറപ്പായിട്ടുണ്ടാക്കി തരും, ഉറപ്പായിട്ടുണ്ടാക്കി തരും. അറിയാമോ? അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ സൗഹൃദമാണെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്, ആവശ്യമില്ല. സൗഹൃദമാണെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്. എവിടെ ഇരുന്ന് സംസാരിക്കണ്ട, വീട്ടിൽ വന്ന് ഒരുമിച്ചിരുന്ന് TV ആണ്. മക്കളോട് പറയണം, മക്കളെ മതി പഠിച്ചത്, നമുക്ക് കുറച്ച് നേരം TV ആണ്, അല്ലെ നമുക്ക് കുറച്ച് നേരം സംസാരിക്കുക. നമ്മൾ ചേഞ്ച് ആവണം. ജീവിതത്തിൽ നമ്മളൊന്ന് മാറണം. റൂം അടച്ച് AC ഇട്ട് അല്ലെങ്കിൽ ഫാനും ഇട്ട് റൂം അടച്ച് വയ്യ എന്നും പറഞ്ഞ് വന്ന് കിടന്ന് മൊബൈൽ നോക്കുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, ആ റൂമിലെ ACയും ഫാനും നിങ്ങൾ ഓഫ് ചെയ്യ്. ഡോറ് തുറക്ക്, മൊബൈൽ കൊണ്ടുപോയി ചാർജിലിട്. നിങ്ങൾ വാ വീട്ടിൻ്റെ ഹാളിലേക്ക്. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്, അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു സമാധാനമുണ്ട്. അതെത്ര വലിയ മോശം നാവുള്ള ഭാര്യയാണെങ്കിലും, എത്ര മൂഷേട്ട പുരുഷന്മാരാണെങ്കിലും ശരി,
10 ദിവസം കഴിയുമ്പോൾ ചേഞ്ച് ആവും. വാ നമ്മുടെ വീട്ടിൻ്റെ ഹാളിലേക്ക്. നമ്മുടെ വീടിൻ്റെ ഹാളെന്ന് പറഞ്ഞാൽ അതിഥികളെ സൽക്കരിക്കാനുള്ളതല്ല, നമ്മൾക്ക് സന്തോഷിക്കാനുള്ള ഹാളാണ്. ആ ഹാളിലേക്ക് വാ, വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് വാ. ഞായറാഴ്ച ദിവസങ്ങളിൽ സമയമുണ്ടോ, നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ സ്വയം മുന്നോട്ട് വരൂ. അങ്ങനെ നമ്മൾ സ്വയം മാറും. വിഷയ സുഖങ്ങളിൽ നിന്ന് മാറി ആത്മീയമായിരിക്കുന്ന ആത്മബന്ധങ്ങളിലേക്ക് നമ്മൾ തിരിച്ചിറങ്ങണം. അതാണ് നമുക്ക് വേണ്ടത്. ശമധമാദി സാധനങ്ങളോട് കൂടിയവർ എല്ലാ മനുഷ്യരിലും ആത്മാവിനെ സമമായി കണ്ട് ആത്മസുഖത്തെ അനുഭവിക്കുന്നു. അല്ലേ? നമ്മൾ ആത്മസുഖമാണ് അനുഭവിക്കേണ്ടത്. നമ്മളെ ഉള്ളിലുള്ള ആത്മാവ് നമ്മളോട് എന്താ പറയുന്നത്? മറ്റു ബന്ധങ്ങളിൽ പോയി ചാടാനല്ല പറയുന്നത്. നമ്മുടെ ബന്ധം, നമ്മൾക്ക് ഭഗവാൻ നൽകിയ നല്ല ബന്ധങ്ങളിൽ നിൽക്കാനാണ് പറയുന്നത്. ആ നല്ല ബന്ധങ്ങളെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അല്ലേ? നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ ബന്ധങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തന്നെയുണ്ട്. ആ ബന്ധങ്ങളെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ പുറത്തുള്ള ബന്ധങ്ങളിലേക്കല്ല പോകേണ്ടത്. അതാണ് വേണ്ടത്. അവർ മുക്തന്മാരായി ക്രമത്തിൽ പൂർണ്ണാനന്ദമായ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ, എന്ന് ഈ ഒരു സാധനം വന്നു അന്ന് തീർന്നതാണ് നമ്മുടെയൊക്കെ ജീവിതം. മനസ്സിലായില്ലേ? ഈ സാധനത്തിനെ അങ്ങ് മാറ്റിവെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആത്മസുഖം അനുഭവിക്കാൻ കഴിയും. അവർ മുക്തന്മാരായി ക്രമത്തിൽ പൂർണ്ണാനന്ദമായ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. ഉറപ്പായിട്ടും ആ വ്യക്തിബന്ധങ്ങളിൽ ഈശ്വരൻ ഉടലെടുക്കും, ഗുരുവായൂരപ്പൻ ഉടലെടുക്കും. അങ്ങനെ ഗുരുവായൂരപ്പൻ ഉടലെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭഗവാനിലേക്ക് അടുക്കും. അതുകൊണ്ട് സച്ചിദാനന്ദമയമായ ബ്രഹ്മമാണ് താനെന്ന് എപ്പോഴും ഭാവന ചെയ്യണം. നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ഉള്ളിലിരുന്ന് ശരികൾ പറഞ്ഞു തരുന്ന ഒരു ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ തെറ്റിലേക്ക് പോകുമ്പോൾ അത് തിരുത്തി തരാൻ ഒരു ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ആ ആത്മാവ് ഭഗവാനുമായി കണക്റ്റഡ് ആണ്. പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനുമായി ആ ആത്മാവ് കണക്റ്റഡ് ആണ്. ആ ആത്മാവ് എന്നോട് പറയുന്നു, എൻ്റെ വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് നൽകിയ കുടുംബം, ഭഗവാൻ നൽകിയതല്ലേ ഈ കുടുംബത്തെ നമുക്ക്, അല്ലേ? ഈ കുടുംബത്തെയാണ് നമ്മൾ ആദ്യം പരിപാലിക്കേണ്ടത്. ഈ കുടുംബവുമായിട്ട് വേണം നമുക്ക് സമയം ചെലവഴിക്കാൻ. അല്ലാതെ മറ്റ് സമയം കളയുന്ന ഏർപ്പാടുകളൊക്കെ കൊണ്ട് കളയൂ, അതൊന്നും വേണ്ട. പിന്നെന്താ പറയുന്നത്? നമുക്ക് അപ്പോൾ എന്ത് സംഭവിക്കില്ല? മൃത്യു സംഭവിക്കില്ല. എന്തുകൊണ്ട് നമുക്ക് അന്നേരം മൃത്യു സംഭവിക്കില്ല എന്ന് പറയുന്നു എന്നറിയാമോ? നിങ്ങൾ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിച്ച എത്ര വലിയ ബന്ധങ്ങളാണെങ്കിലും ശരി, നമ്മൾ ശരീരം കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിബന്ധങ്ങൾ ആദ്യത്തെ വർഷം ഒന്ന് ആലോചിക്കും, രണ്ടാമത്തെ വർഷം ഓർക്കും, മൂന്നാമത്തെ വർഷം 3 കൊല്ലമായില്ലേ, 5-ാമത്തെ വർഷമാകുമ്പോഴത്തേക്കും ആ ബന്ധങ്ങളെയൊക്കെ മറവിയുടെ മടിത്തട്ടിലേക്ക് കളഞ്ഞിട്ടുണ്ടാവും. കാരണം അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോവും, പുതിയ സൗഹൃദ ബന്ധങ്ങൾ തേടിപ്പോവും. എന്നാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്കുള്ളിൽ നമ്മൾ മരിക്കേയില്ല. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാലത്ത് എൻ്റെ അമ്മയുടെ അച്ഛന് മൊബൈലില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ ഇന്നും എൻ്റെ ഓർമ്മകളിലുണ്ട്. ഓരോ നിമിഷങ്ങളും എൻ്റെ ഓർമ്മകളിലുണ്ട്, അല്ലേ? ഇന്ന് മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയും വേണ്ടി വന്നു നമുക്ക് വ്യക്തിബന്ധങ്ങളെ ഓർക്കാൻ. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് സംസാരിക്കൂ മുഖം നോക്കിയിട്ട്, ചിരിക്കൂ മുഖം നോക്കിയിട്ട്. ഈ 2 കൈകൾ തന്നിരിക്കുന്നത് തല്ല് പിടിക്കാനും ഷർട്ടിന്റെ കോളറൊക്കെ പിടിച്ച് തെറി വിളിക്കാനുമല്ല, ചേർത്ത് പിടിക്കാനാണ്. ചേർത്ത് പിടിക്കാനാണ് ഈ 2 കൈകൾ ഭഗവാൻ തന്നിരിക്കുന്നത്. അങ്ങനെ ചേർത്ത് പിടിക്കൂ. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. വ്യക്തിബന്ധങ്ങൾക്ക് ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് മൃത്യു സംഭവിക്കുന്നില്ല. മൃത്യുവും അമൃത്യുവും ആപേക്ഷികമാകുന്നു. എന്തായാലും ശരീരം നമ്മൾ ഒഴിവാക്കും, പക്ഷേ ആ ഓർമ്മകൾക്ക് മരണം സംഭവിക്കുന്നില്ല. ആ ഓർമ്മകളാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആ ഓർമ്മകളാണ്. രണ്ടിനും കാരണം ബ്രഹ്മം തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് കാരണം എല്ലാത്തിനും. കാരണം ആ ഭ്രമത്തിനും അധിഷ്ഠാനം ബ്രഹ്മമാണല്ലോ. എല്ലാത്തിനും കാരണക്കാരൻ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ആ ഭഗവാൻ നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള ഒരു വിവേക ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ആ വിവേക ബുദ്ധിയിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ വൈകാരികമായ ഒരു മനസ്സോടെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. മനസ്സിലായില്ലേ?
ആത്മാവ് തന്നെയാണ് സർവത്തിനും ആശ്രയസ്ഥാനം. ആത്മാവാണ് എല്ലാത്തിനും ബേസ്മെന്റ്, അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവിൽ നിന്ന് സർവവും ഉണ്ടായി അല്ലെ. ആദ്യം ആത്മാവ്, പരമാത്മാവിൽ നിന്ന് ആത്മാവ് വന്നു, പിന്നെ ആത്മാവിൽ നിന്ന് ശരീരം സ്വീകരിക്കുന്നു. ആ ആത്മാവ് ശരീരം സ്വീകരിക്കുന്നു. ആ ശരീരം കൊണ്ടാണ് എല്ലാ ബന്ധങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ശരീരം നശിക്കുന്നതോടുകൂടി നശിക്കുന്ന ബന്ധങ്ങളെ ഈ ലോകത്തുള്ളൂ. പക്ഷേ നമ്മൾക്ക് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, നമ്മളുടെ അടുത്ത കുടുംബ ബന്ധങ്ങൾ, മീൻസ് നമ്മുടെ ഇപ്പം ഇത്രയും നേരം പറഞ്ഞ ബന്ധങ്ങൾ ഒരിക്കലും ശരീരം കൊണ്ട് നശിക്കുന്ന ബന്ധങ്ങളല്ല. ഒരിക്കലും ശരീരം കൊണ്ട് ആ ബന്ധങ്ങൾ നശിക്കുന്നില്ല. പിന്നെന്താ പറയുന്നത്? ജഗത്ത് മുഴുവൻ ഈ ഊടും പാടും പോലെ അതിൽ നിന്ന് സംഭവിച്ചു. ഈ ലോകം മുഴുവൻ അതിൽ നിന്നാണ് സംഭവിക്കുന്നത്, ആ ആത്മാവിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി ശോഭിക്കുന്ന ആത്മാവ്. ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനും അടിസ്ഥാനം. എന്നിൽ നിന്ന് വ്യക്തിരക്തമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. എല്ലാത്തിലും നമ്മൾ കാണുന്ന സകല ജീവജാലങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. സമസ്ത കാര്യങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. അത് മനസ്സിലാക്കണം നമ്മൾ. സർവ്വ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്നവനും ഞാൻ തന്നെയാണ്. ഏതൊക്കെ ജീവജാലങ്ങളെ നമ്മൾ കാണുന്നു, ആ ജീവജാലങ്ങളിലെല്ലാം ആര് കുടികൊള്ളുന്നു? ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജീവജാലങ്ങളുടെ നേരെയും ഈ പരിപാടി വേണ്ട. നീയല്ലേ എന്നുള്ള ആ കൈ ചൂണ്ടുന്ന ഏർപ്പാട് വേണ്ട. എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും ഭഗവാനുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. ചെറിയവരിൽ വെച്ച് ഏറ്റവും ചെറിയവനും വലിയവരിൽ വെച്ച് ഏറ്റവും വലിയവനും ഞാൻ തന്നെ. ഏറ്റവും ചെറിയ ഒരു ഉറുമ്പായിക്കോട്ടെ, ഒരു അമീബ, പാരമേസ്യം, ഏകകോശ ജീവിയായിക്കോട്ടെ, അതിലും ഭഗവാനുണ്ട്. ഏറ്റവും വലിയ വെയിൽസ്, തിമിംഗലമായിക്കോട്ടെ, ആനയായിക്കോട്ടെ, അതിലും ഭഗവാനുണ്ട്. ചരാചര രൂപമായിരിക്കുന്ന ജഗത്തിൽ മായ കൊണ്ട്, ഭ്രമം കൊണ്ട് വിവിധ രൂപമായി കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. സമസ്തവും ഭഗവാനാണെന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ എന്തെല്ലാം നമ്മൾ കാണുന്നു അതെല്ലാം ഭഗവാനാണ്, ഭഗവാന്റെ സൃഷ്ടികളാണ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവന്റെ ഭാവം ഇങ്ങനെയായിരിക്കും. ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിച്ച് കൃഷ്ണനെ, എനിക്ക് അത്രയും കൃഷ്ണനെ ഇഷ്ടമാണ്, ഞാനൊരു കൃഷ്ണ ഭക്തയാണ് അല്ലെങ്കിൽ കൃഷ്ണ ഭക്തനാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന, കൃഷ്ണന് അടിയറവ് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി ലോകത്തെ കാണുന്നത് ഈ രീതിയിലാണ്. സർവ്വതിലും ഭഗവാൻ എന്നുണ്ട് എന്നുള്ളൊരു രീതിയിലാണ്. എന്താ പിന്നെ സർവ്വതിലും ഭഗവാൻ എന്നുള്ള തത്വം നമ്മൾ കാണുന്നു. എവിടെയും നമ്മൾ ഭഗവാൻ ഇല്ലാതെ കാണുന്നില്ല. എല്ലാത്തിലും ഭഗവാനുണ്ട്, സമസ്തത്തിലും ഭഗവാനുണ്ട്. മനസ്സിലായില്ലേ? സംസാരമോചനത്തിനുള്ള ഏക മാർഗം ഈ ഒരു ജ്ഞാനം തന്നെയാണ്. ഈ ലോകത്തിലെ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണോ? നമ്മൾ മനസ്സിലാക്കണം, സർവചരാചരങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നു. എന്നിലുമുണ്ട്, നിന്നിലുമുണ്ട്, ഈശ്വരനുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൻ്റെ അടുത്തുള്ള അയൽവക്കക്കാരോട് ബഹളം ഉണ്ടാക്കാൻ തോന്നുന്നത്? എങ്ങനെയാണ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാൻ തോന്നുന്നത്? എങ്ങനെയാണ് വഴിയോര കച്ചവടക്കാരോട് നമുക്ക് ചീത്ത പറയാൻ തോന്നുന്നത്? ഒരു ഹോട്ടലിൽ ചെന്ന് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഭക്ഷണം ഒന്ന് ലേറ്റായി എന്നും പറഞ്ഞ് എങ്ങനെയാണ് ആ വെയിറ്ററോട് നമുക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നുന്നത്? എങ്ങനെയാണ് നമ്മൾ എവിടെ ചെന്നാലും ബഹളം ഉണ്ടാക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാം. എങ്ങനെ സാധിക്കും? ശരി, ഒരുത്തൻ അറിവില്ലായ്മ കൊണ്ട് എന്തോ പറഞ്ഞു, എന്തോ ചെയ്തു, തുരുതുരെ പറയുന്നുണ്ടെങ്കിൽ അവനെ ഒഴിവാക്കുക എന്നൊരു ധർമ്മം നമ്മൾ സ്വീകരിക്കണം. അവനെ വെല്ലുവിളിക്കുക, ചീത്ത വിളിക്കുക, അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക, ഇത് ശരിയായ ധർമ്മമല്ല. കാരണം അവനിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. പക്ഷെ അവൻ ഭഗവാനെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവന്റെ ബോധം മലിനമാണ്. ആ ബോധമാണ് അവന്റെ ശരീരം കൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിന്റെ പ്രതിപ്രവർത്തനം, അതിന്റെ നമ്മളുടെ പ്രവർത്തനം പക്ഷെ അങ്ങനെ ആവരുത്. കാരണം നമ്മൾ ഭഗവാനെ തിരിച്ചറിഞ്ഞ വ്യക്തികളാണ്. വലിയ ഭക്തനാണ്, ഭക്തയാണെന്ന് പറഞ്ഞിട്ട് സ്വഭാവ പ്രകടനങ്ങൾ ശരിയല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? എന്തിനു കൊള്ളാം? പിന്നെ ഭക്തനാണ്, ഭക്തയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ക്ഷമിക്കണം, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മുടെ ഗുരുവായൂരപ്പന് എള്ളുണ്ട സമർപ്പണം ചെയ്തിരിക്കുന്നത് കവിതാ മാതാജിയാണ്. ഹരേ കൃഷ്ണ. ഈ പ്രസാദം സമർപ്പണം ചെയ്തിരിക്കുന്നത് കവിതാ മാതാജിയാണ്. ഇത് വെക്കുന്ന സമയത്ത് ഇതിൽ ഈ പൂവില്ലായിരുന്നു, ഈ ഒരൊറ്റ ഇതില്.
ഭഗവാൻ അത് സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവാവാം അദ്ദേഹത്തിൻ്റെ മാലയിൽ നിന്ന്, ഇത്രയും ടൈറ്റായി കെട്ടിയ മാലയിൽ നിന്ന് ഒരൊറ്റ പൂവിൻ്റെ ഇതൾ ഇതിലോട്ട് വീണത്. ഗുരുവായൂരപ്പൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ ഇത് സ്വീകരിച്ചു എന്ന് തെളിവാവാം. ഇതിൽ വെക്കുന്നത് വരെ അങ്ങനെ ഒരു പൂവ് അതിലില്ല, ഒരു ഇതൾ അതിലില്ല. എടുത്തോളൂ ബിന്ദുമ്മേ. പിന്നെന്താ പറയുന്നത്? ഈ വിധത്തിൽ ആധ്യാത്മിക വിഷയങ്ങളെ പറ്റി സനത് സുജാത മഹർഷി, ആ പ്ലേറ്റിൽ എടുക്കരുത്, വേറെ പ്ലേറ്റിൽ കൊടുക്കണം, ധൃതരാഷ്ട്ര മഹാരാജാവിന് നല്ല രീതിയിൽ വിശദീകരിച്ചു കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ മാക്സിമം അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെ സനത് സുജാത മഹർഷിയും വിതുരരും ചേർന്ന് പല ജ്ഞാനോപദേശങ്ങളും നൽകിയെങ്കിലും പുത്രസ്നേഹം കൊണ്ട് അന്ധനായി തീർന്ന ധൃതരാഷ്ട്രരുടെ മനസ്സിന് കൂടുതൽ സംഭ്രമമായി. ഒരുപാട് കാര്യങ്ങൾ വിതുരരും സനത് സുജാത മഹർഷിയും പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു പ്രയോജനവും ഇല്ല ധൃതരാഷ്ട്രർക്ക്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ മകനോടുള്ള അമിത വാത്സല്യം, മകൻ ചെയ്യുന്ന തെറ്റുകളെ എല്ലാം ന്യായീകരിക്കാൻ ഉള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു മനസ്സ്, അത് അദ്ദേഹത്തിനെ വീണ്ടും അന്ധകാരത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. സഞ്ജയൻ സഭയിൽ വെച്ച് പറയാൻ പോകുന്ന പാണ്ഡവരുടെ സന്ദേശം എന്തായിരിക്കുമെന്നാണ് ധൃതരാഷ്ട്രരുടെ ആലോചന. സഞ്ജയൻ തിരിച്ചു വന്നിരിക്കുകയാണ് പാണ്ഡവരോട് സംസാരിച്ചിട്ട്. എന്തായിരിക്കും സഞ്ജയൻ പറയാൻ പോകുന്നത്? ഇത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപദേശം ഒന്നും അദ്ദേഹം കേൾക്കുന്നില്ല. തൻ്റെ വാക്കുകൾ കേട്ട് ഈ പാണ്ഡവന്മാര് ശാന്തരായിട്ടുണ്ടാവോ? നമ്മുടെ ധൃതരാഷ്ട്രർ സഞ്ജയന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് പാണ്ഡവന്മാര് മിണ്ടാതിരിക്കുന്നുണ്ടാവോ? ശാന്തരായിട്ടുണ്ടാവോ? അതോ അവർ യുദ്ധം ചെയ്യാൻ തീർച്ചയാക്കിയോ? എന്താണ് സംഭവം? ഒന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് പേടി. ഇത് തന്നെയാണ് അവരുടെ പേടി. ആകെ ധൃതരാഷ്ട്രയുടെ മനസ്സ് വളരെയധികം കലുഷിതമാണ്. അവർ യുദ്ധം ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ടാവോ എന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുകയാണ്. ആര്? നമ്മുടെ ധൃതരാഷ്ട്രർ. ആകെപ്പാടൊരു ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? രാജസഭയിലേക്ക് പോകാൻ തീരുമാനിച്ചു. രാജസഭയിലേക്ക് അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. ആര്? നമ്മുടെ ധൃതരാഷ്ട്രർ. അദ്ദേഹം വിചാരിച്ചു, മതി, എന്തായാലും സഞ്ജയൻ അവിടെ വന്ന് സംസാരിക്കുമല്ലോ, അപ്പം ഇനി രാജ്യസഭയിലേക്ക് പോകാം, എന്താ സഞ്ജയൻ പറയുന്നത് കേൾക്കുക. അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ അതാണ്, വേറെ ചിന്തയില്ല അദ്ദേഹത്തിന്. അങ്ങനെ നമ്മുടെ സഭ കൂടി, ധൃതരാഷ്ട്രരുടെ കൗരവ സഭ കൂടി. രാജാക്കന്മാരൊക്കെ വന്ന് അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു. ഭീഷ്മര്, ദ്രോണര്, കൃപൻ, ശല്യൻ, ജയദ്രഥൻ, അശ്വത്ഥാമാവ്, വിതുരൻ, യുയുത്സു എല്ലാവരും ഒരു സൈഡിൽ അങ്ങിരുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡില് ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ, ദുർമുഖൻ, ദുസ്സഹനൻ, ചിത്രസേനൻ, ഈ 7 പേരും ഇരുന്നു. 2 ലൈനിനായിട്ട് 2 ആൾക്കാരും ഇതുപോലെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സൈഡിൽ ആരാ ഉള്ളത്? ഈ സൈഡിൽ വലത് സൈഡില് ഭീഷ്മര്, ദ്രോണര്, കൃപര്, ശല്യര്, ജയദ്രഥൻ, അശ്വത്ഥാമാവ്, വിതുരൻ, യുയുത്സു 7 പേരിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ആരൊക്കെ ഇരിക്കുന്നു? ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ, ദുർമുഖൻ, ദുസ്സഹൻ, ചിത്രസേനൻ എല്ലാവരും ഇരുന്നു. 2 കൂട്ടരും ഇങ്ങനെ ഇരിക്കുകയാണ്. നേരെ മുമ്പിലായിട്ട് 2 കൂട്ടരുടെ നടുക്കായിട്ട് ആരിയ്ക്കുന്നു? ധൃതരാഷ്ട്ര മഹാരാജാവു ഇരുന്നു. പിന്നീട് എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി വന്നു. ആര്? സഞ്ജയൻ. അദ്ദേഹം ആ സഭയെ ആദ്യം നമസ്കരിച്ചു. അല്ലയോ കൗരവന്മാരെ, ഞാനിതാ പാണ്ഡവ സമീപത്തു നിന്നും മടങ്ങിയെത്തിയിരിക്കുന്നു. അവർ നിങ്ങളെ എല്ലാവരെയും നമസ്കരിക്കുകയും മാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞു സഞ്ജയൻ. അതിനുശേഷം നമ്മുടെ ധൃതരാഷ്ട്ര ചോദിച്ചു, അല്ലയോ സഞ്ജയ, അധീനസത്വനും ദുഷ്ടന്മാരുടെ അന്തകനും യുദ്ധവീരനുമായിരിക്കുന്ന ധനഞ്ജയൻ എന്താണ് പറഞ്ഞത്? അത് പറയൂ. ധനഞ്ജയൻ എന്താ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്? എനിക്കതാണ് അറിയേണ്ടത്. സഞ്ജയൻ പറഞ്ഞു, അർജുനന്റെ മുന്നറിയിപ്പാണ് പറയാൻ പോകുന്നത്. യുദ്ധസന്നദ്ധനായിരിക്കുന്ന അർജുനൻ ധർമ്മപുത്രരുടെ സമ്മതത്തോടുകൂടി ശ്രീകൃഷ്ണ സമക്ഷത്തിൽ വെച്ച് പറഞ്ഞത് ഞാൻ പറയാം മഹാരാജാവേ. പ്രത്യേകിച്ചും ദുര്യോധനനോട്.
കർണനും ദുശാസനനും മറ്റു രാജാക്കന്മാരും കേൾക്കെ പറയണമെന്നാണ് എന്നോട് പാർത്ഥൻ പറഞ്ഞിരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യം വിട്ടുകൊടുക്കാതിരുന്നാൽ ദുര്യോധനാദികൾ ചെയ്തിട്ടുള്ള പാപത്തിന്റെ എല്ലാം ഫലം അവരനുഭവിക്കേണ്ടി വരും. പാണ്ഡവ വഹിതത്തിനായി അർദ്ധരാജ്യമെങ്കിലും നൽകാതെ രാജ്യം മുഴുവൻ കൈക്കലാക്കാമെന്ന് ദുര്യോധനൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ബുദ്ധിശൂന്യതയാണെന്ന് പാർത്ഥൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ദുരാത്മാവായിരിക്കുന്ന ദുര്യോധനൻ ധർമ്മിഷ്ഠരായിരിക്കുന്ന പാണ്ഡവരുടെ ധനം അന്യായമായി കയ്യേറുകയാണ് ചെയ്തിരിക്കുന്നത്. സത്യസന്ധനും ധർമ്മരഥനും തപസ്വിയും ക്ഷമാവാനുമായിരിക്കുന്ന യുധിഷ്ഠിരന്റെ കോപാഗ്നിയിൽ കൗരവന്മാരെല്ലാം കത്തിച്ചാമ്പലാകുന്നത് ഇല്ലാതാകണമെങ്കിൽ അവർ പാണ്ഡവരോട് മര്യാദയായി പെരുമാറേണ്ടിയിരിക്കുന്നു. വേനൽക്കാലത്ത് ഉണങ്ങിക്കിടക്കുന്ന വനത്തെ അഗ്നി എന്ന പോലെ യുദ്ധക്കൊതിയോടെ വരുന്ന കൗരവ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ കോപിഷ്ഠനും ഭീമവേഗനുമായിരിക്കുന്ന ഭീമസേനൻ കൊന്നൊടുക്കുമ്പോൾ ദുര്യോധനന് തന്റെ ദുഷ്പ്രവർത്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വരും. ഭയങ്കര സിംഹം പശുക്കൂട്ടത്തിൽ എന്ന പോലെ ധീരനും യുദ്ധവീരനുമായിരിക്കുന്ന ഭീമസേനൻ കൗരവ സൈന്യത്തിൽ സഞ്ചരിക്കുമ്പോൾ യുദ്ധത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. കുന്തിപുത്രന്മാർ 5 പേരും യുദ്ധത്തിൽ മുന്നേറി വരുമ്പോൾ അവരോട് എതിർത്തു നിൽക്കാനാവാതെ കൗരവ സൈന്യം ചിന്നിച്ചിതറി ഓടുമ്പോൾ ദുര്യോധനന് യുദ്ധം കൊണ്ടുള്ള സന്താപമുണ്ടാകാതിരിക്കില്ല. ബലവാനെങ്കിലും ഉഗ്രപ്രതാപിയായിരിക്കുന്ന അഭിമന്യുവിനോട് ഏറ്റുമുട്ടാൻ പോലും കൗരവ സൈന്യത്തിന് ശക്തിയുണ്ടാവില്ല. യുദ്ധത്തിൽ ശിഖണ്ഡിയാൽ ഭീഷ്മൻ ഹതനായാൽ പിന്നെ കൗരവ സൈന്യത്തിന് എന്ത് ബലമാണുണ്ടാവുക? ശത്രു സംഹാരകനും അപ്രമേയനുമായിരിക്കുന്ന ദൃഷ്ടദുമ്നൻ എന്റെ ഗുരുവാണെങ്കിലും ശത്രു സൈന്യത്തിൽ നിൽക്കുന്ന ദ്രോണരോട് എതിർത്ത് വരുമ്പോൾ ദ്രോണൻ ഭൂമിയിൽ മരിച്ചു വീഴുമ്പോൾ യുദ്ധം കൊണ്ടുള്ള ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിന് മനസ്സിലാവും. മഹാമനസ്കനും പരമാസ്ത്രവേദിയും നിർദ്ധയനുമായിരിക്കുന്ന സാത്യകി ഒറ്റയ്ക്ക് ശരങ്ങൾ ചൊരിഞ്ഞ് കൗരവ സൈന്യത്തിലെ യോധമുഖ്യന്മാരെല്ലാം നിഹനിക്കുവാൻ ശക്തിയുള്ളവനാണ്. പിന്നെ ശ്രീകൃഷ്ണ സാരഥിയോടുകൂടി വാനരക്കേതുവോടുകൂടി ഉഗ്രമായ രഥത്തിലേറി ഞാൻ യുദ്ധക്കളത്തിലെത്തി. ഗാണ്ഡീവത്തിന്റെ ഞാൻ വലിക്കുമ്പോഴുണ്ടാകുന്ന മേഘ നിർഘോഷം പോലെയുള്ള ശബ്ദം കേട്ട് ധൃതരാഷ്ട്രർ വേദനിക്കും. മർമ്മഭേദികളായിരിക്കുന്ന നിഷിദ്ധ ശരങ്ങൾ മേഘത്തിൽ നിന്ന് മിന്നൽ പിണർ പോലെ പുറപ്പെട്ട് ആയിരക്കണക്കിന് ശത്രു സൈന്യങ്ങളെ ചുട്ട് ചാമ്പലാക്കും. പക്ഷികൾ വൃക്ഷഫലങ്ങളെ എന്ന പോലെ എന്റെ ശരങ്ങൾ വീഴ്ത്തുന്ന യോദ്ധാക്കളുടെ ശിരസുകൾ കൊണ്ട് യുദ്ധക്കളം നിറയുമ്പോൾ യുദ്ധത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി ധാർത്തരാഷ്ട്രന്മാർ ചത്തൊടുങ്ങുന്നത് കാണുമ്പോൾ യുദ്ധം കൊണ്ടുണ്ടായ കെടുതി സഹിക്കവയ്യാതെ ദുര്യോധനൻ ദുഃഖിക്കും. അലമുറയിട്ടവൻ യുദ്ധക്കളത്തിൽ കരയും. രഥത്തിൽ എന്നെയും എന്റെ പാർത്ഥ സാരഥിയായിരിക്കുന്ന വാസുദേവനെയും കാണുകയും പാഞ്ചജന്യത്തിന്റെ ശംഖുനി കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ കൗരവ വംശത്തിന്റെ ഹൃദയം പൊട്ടിപ്പോകും. വാസുദേവന്റെ മഹത്വം ഇനിയും ദുര്യോധനൻ മനസ്സിലാക്കിയിട്ടില്ല. ഈ യുദ്ധത്തിൽ ശത്രുവധത്തിനാണ് കൃഷ്ണനെ എനിക്ക് സഹായിയായി ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സങ്കല്പത്തിനനുസരിച്ചാണ് യുദ്ധത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ യുദ്ധത്തിൽ വജ്രഹസ്തനും ശത്രുനായകനുമായി നാശകനുമായിരിക്കുന്ന ഇന്ദ്രൻ മുന്നിലും വാസുദേവൻ പിന്നിലും നിന്നുകൊണ്ട് എന്നെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് എനിക്ക് ബ്രാഹ്മണന്റെ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. കൃഷ്ണനെ പോരിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നത് അസാധ്യമായ കാരണമാണെന്ന്
നടക്കാത്ത കാര്യമാണെന്ന് ദുര്യോധനൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. വാസുദേവനെ യുദ്ധത്തിൽ ജയിക്കാൻ മാത്രം ദുര്യോധനൻ വളർന്നിട്ടില്ല. കൗരവ വംശം വളർന്നിട്ടില്ല. അവന്റെ ആ ചിന്ത തന്നെ അവന്റെ അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? അനന്തവീര്യനും അപ്രമേയനും മഹാബലനും അതിതേജസ്വിയുമായിരിക്കുന്ന കൃഷ്ണൻ കൗരവന്മാരുടെ ദുഷ്ടപ്രവർത്തികളെയെല്ലാം സഹിക്കുന്നത് പാണ്ഡവന്മാരായിരിക്കുന്ന ഞങ്ങളെ ഓർത്തിട്ടാണ്. ഇല്ല എങ്കിൽ കൃഷ്ണൻ ഒരു നിമിഷം കൊണ്ട് കൗരവ ജനതയെ തന്നെ ഇല്ലായ്മ ചെയ്തിരിക്കും. മഹേന്ദ്രൻ മുതലായവർ തന്നെ വന്നു സഹായിച്ചാലും അവർ പാണ്ഡവരായിരിക്കുന്ന ഞങ്ങളോട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് ആഗ്രഹിക്കുകയേ വേണ്ട. എന്തെന്നാൽ അവരാണ് ജയിക്കുന്നതെങ്കിൽ ധർമ്മത്തെക്കാൾ വലുത് അധർമ്മമാണെന്ന് ലോകം തിരിച്ചറിയും. സത്കർമ്മങ്ങൾ നിഷ്ഫലമാണെന്ന് ലോകം വിശ്വസിക്കും. ഞങ്ങൾ തോറ്റുപോകുന്നു എങ്കിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ ശരിയായ രീതിയിലും ധർമ്മത്തിന് അടിസ്ഥാനമുള്ളതല്ലെന്നും ലോകം വിധിക്കും. ദുര്യോധനനെ കൂട്ടത്തെ ഇല്ലാതാക്കാൻ ഞാനും വാസുദേവനും നിശ്ചയിച്ചിട്ടുണ്ട്. കൗരവന്മാർ യുദ്ധത്തിനിറങ്ങിയാൽ പിന്നെ അവരിൽ ആരും തന്നെ ബാക്കിയുണ്ടാവില്ല എന്ന് ഞാൻ തുറന്നു പറയുന്നു. യുദ്ധം കൂടാതെ മുന്നോട്ട് പോകാമെങ്കിൽ കൗരവന്മാർക്ക് ജയിക്കാം, ജീവിക്കാം. യുദ്ധം തുടങ്ങിയാൽ അവരിൽ ഒരാളെ പോലും ഞാനും വാസുദേവനും ജീവിക്കാൻ വിടില്ല. ഇതിൽ ഏതാണ് ഇഷ്ടമെന്ന് ദുര്യോധനന് തീർച്ചപ്പെടുത്താം. ജ്യോതിഷിമാരുടെ നിഗമനവും കൃഷ്ണന്റെ ദിവ്യദൃഷ്ടിയും എൻ്റെ അന്ധക്കരണ വൃത്തികളും സൂചിപ്പിക്കുന്നത് കൗരവന്മാരുടെ പരാജയത്തെയാണ്. ധർമ്മപുത്രൻ ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച് ചക്രവർത്തി പദമലങ്കരിക്കും. വൃദ്ധനായിരിക്കുന്ന ഭീഷ്മർ, ദ്രോണർ, കൃപൻ, വിതുരർ എന്നിവർ പറയുന്നത് കേട്ട് അതുപ്രകാരമാണ് കൗരവന്മാർ ജീവിക്കുന്നത് എങ്കിൽ അവർക്ക് ജീവനോടെ ഇരിക്കാം. ഇടഞ്ഞാൽ രക്ഷയുണ്ടാവില്ല എന്ന് പാർത്ഥനായിരിക്കുന്ന ഞാൻ കൗരവ വംശത്തെ അറിയിക്കുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ധനഞ്ജയൻ സംസാരം നിർത്തിയെന്ന് സഞ്ജയൻ പറഞ്ഞു. അർജുനൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്ത് പറയണോ? പെട്ടെന്ന് പറഞ്ഞോളൂ. ഓരോ ലൈൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ? ഒരാൾക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്. പറഞ്ഞോളൂ. മനസ്സിലായി 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 ആർക്കും മനസ്സിലാവാത്തതില്ല, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ഇനി നമ്മുടെ ഭീഷ്മർ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. സഞ്ജയൻ വന്നിട്ട് ധൃതരാഷ്ട്രർ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് എന്താണ് പാണ്ഡവന്മാർ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാതെ നമ്മുടെ ധൃതരാഷ്ട്രർ വേദനിച്ചിരിക്കുകയായിരുന്നു. ആ കൗരവ സഭയിൽ വെച്ച്, സാരമില്ല മോളെ, കൗരവ സഭയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് സഞ്ജയൻ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം ശ്വാസമടക്കി പിടിച്ച് ഇവരങ്ങ് കേട്ടു. ഇതാണ് പാണ്ഡവ പക്ഷത്ത് നിന്ന്, പാണ്ഡവന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മറുപടി. ആർക്കൊന്നും പറയാനില്ല, നിശബ്ദത. ആ സമയത്ത് നമ്മുടെ ഭീഷ്മർ ഒരു ഉപദേശം കൊടുത്തു. എന്താണെന്നറിയോ?
സഞ്ജയൻ ആരാണെന്ന് പറഞ്ഞുതരാം. മുൻ ക്ലാസ്സുകൾ കേട്ടില്ല അല്ലേ? കുറേ ക്ലാസ്സുകൾ വിട്ടുപോയെന്ന് തോന്നുന്നു. സാരല്ല, പറഞ്ഞുതരാം. ഈ സമയത്ത് ഭീഷ്മർ ഒരു ഉപദേശം കൊടുത്തു. അർജുനന്റെ വാക്കുകൾ അതുപോലെ തന്നെ സഞ്ജയൻ ആവർത്തിച്ചു പറയുന്നത് കേട്ടിട്ട് കൗരവ സഭയാകെ അങ്ങ് സ്തംഭിച്ചു പോയി. ഒരനക്കവും ഇല്ല, ഒരു ശ്വാസവും ഇല്ല. ഒരു മൊട്ടുസൂചി വീണാ കേൾക്കും. സ്തംഭിച്ചിരിക്കുകയാണ് കൗരവ സഭ. അത്ഭുതം, കോപം, താപം, ഭയം, വ്യസനം, പശ്ചാത്താപം. അത്ഭുതമുണ്ട്, ദേഷ്യമുണ്ട് അവരുടെ ഭാഗത്ത്, നല്ല ഭയങ്കരമായ താപം. ഇങ്ങനെ കണ്ണുകളൊക്കെ ഇങ്ങനെ തീക്ഷ്ണ ഭാവത്തിലിരിക്കുകയാണ് ദുര്യോധനാദികളുടെ. എന്നാ ഭയങ്കര പേടിയുണ്ട്, സങ്കടമുണ്ട്. എങ്ങനെ ഇത് സോൾവ് ചെയ്യും, ഇത്രത്തോളം ചെയ്തു കൂട്ടി എന്നുള്ളൊരു പശ്ചാത്താപമുണ്ട്. ഇതാണ് കൗരവ സഭയിലെ ആളുകളുടെ മുഖത്തുള്ള ആ വികാരം. ഇതെല്ലാം അവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണാം. പാർത്ഥന്റെ ആ ഒരു പൗരുഷം തുളുമ്പുന്ന ആ ഒരു വാക്ക്, പാർത്ഥന്റെ പൗരുഷം തുളുമ്പുന്ന വാക്ക് ദുര്യോധനാദികളെ മുഴുവൻ ചിന്ത കൊണ്ട് അങ്ങ് നിറച്ചു കളഞ്ഞു. ദുര്യോധനാദികൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. പാർത്ഥന്റെ കൂടെ കൃഷ്ണൻ. പേടിച്ചിരിക്കുകയാണ് എല്ലാവരും. ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. കൗരവ സഭയങ്ങ് സ്തംഭിച്ചിരിക്കുകയാണ്. ഭീഷ്മ പിതാമഹൻ എഴുന്നേറ്റിട്ട് ആ സ്തംഭിച്ച അവസ്ഥയെ അങ്ങ് ഇല്ലാണ്ടാക്കി. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ദുര്യോധനനെ അങ്ങ് നോക്കി. ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഈ ദുര്യോധനനാണ്. ദുര്യോധനനെ നോക്കിയിട്ട് ഭീഷ്മ പിതാമഹരങ്ങ് സംസാരിച്ചു. ഉണ്ണി, ദുര്യോധന, സഞ്ജയൻ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? ഇനി ഞാനൊരു കാര്യം നിന്നോട് പറയാം. പണ്ട് ബ്രഹ്മസഭയില് ബൃഹസ്പതിയും ശുക്രാചാര്യരും ദേവേന്ദ്രനും മരുത്തുക്കളും വസുക്കളും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നരനാരായണന്മാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് ബ്രഹ്മദേവനെ വന്ദിക്കാതിരിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും അങ്ങ് ആശ്ചര്യപ്പെട്ടു. അവര് ബ്രഹ്മാവിനോട് ചോദിച്ചു, അങ്ങയെ ബഹുമാനിക്കാത്ത ഇവരാരാണ് എന്ന് ചോദിച്ചു. ഈ നരനാരായണന്മാരെന്താ ബ്രഹ്മദേവനെ ബഹുമാനിക്കാത്തത്, വന്ദിക്കാത്തത് എന്ന് ചോദിച്ചു. സ്വന്തം തപസ്സുകൊണ്ട് 3 ലോകങ്ങളെയും വെല്ലുന്ന മഹാതപസ്സികളായിരിക്കുന്ന നരനാരായണ മഹർഷിമാരാണിവർ. സർവരാലും ആരാധിക്കപ്പെടുന്ന മഹാപ്രഭാവന്മാരായിരിക്കുന്ന അസുരധ്വംസനത്തിനു വേണ്ടി 2ആയി പിരിഞ്ഞു നിൽക്കുന്ന ഇവർ സ്വച്ഛന്ദചാരികളാണ്. അവരെവിടെയും സഞ്ചരിക്കുന്നവരാണ്. ദേവാസുര യുദ്ധം നടക്കുന്ന കാലമായിരുന്നു അത്. ആ കാലത്താണ് ദേവാസുര യുദ്ധം നടക്കുന്നത്. നമ്മുടെ ഷെയറിംഗ് 377 ആയിട്ടേ ഉള്ളൂ. വേഗം ഷെയർ ചെയ്യും. 600 നമ്മുടെ ടാർഗറ്റ്. ആ സമയത്ത് ഇന്ദ്രൻ പോയിട്ട് ബൃഹസ്പതിയോട് കുറച്ച് സഹായം ചോദിച്ചു. അവരത് സമ്മതിക്കുകയും പിന്നീട് അസുരന്മാരെയൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. ആ നരനാരായണന്മാരാണ് ഇപ്പോൾ കൃഷ്ണനും അർജുനനുമായിട്ട് വന്നിരിക്കുന്നത്. നരൻ അർജുനനും നാരായണൻ കൃഷ്ണനുമാണ്. ഭീഷ്മര് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്കറിയോ ഈ കൃഷ്ണനും അർജുനനും ആരാണെന്ന്? ദേവാസുരന്മാർക്ക് പോലും, ദേവന്മാർക്കും അസുരന്മാർക്ക് പോലും അവരെ ജയിക്കാൻ കഴിയില്ല മോനെ. മനസ്സിലായോ ദുര്യോധന നിനക്ക്? അതുകൊണ്ട് ഉണ്ണി, യുദ്ധം ഇല്ലാതാക്കാനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഭീഷ്മര് പറഞ്ഞു കൊടുക്കുകയാണ് ദുര്യോധനനോട്. യുദ്ധമുണ്ടായാൽ അർജുനൻ പറയുന്നത് പോലെ സർവനാശമായിരിക്കും ദുര്യോധന ഫലം. നീ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കില്ല. സർവനാശമായിരിക്കും ഫലം. നീചബുദ്ധിയും
സൂതപുത്രനുമായിരിക്കുന്ന കർണന്റെ വാക്ക് അത് നിനക്ക് ഫലം ചെയ്യില്ല ദുര്യോധന. നീ വെറുതെ കർണനെ കൂട്ടുപിടിച്ച് നടക്കേണ്ട ദുര്യോധന. അവൻ നീച ബുദ്ധിയാണ്. അത് നിനക്കൊരിക്കലും നന്മ തരില്ല കേട്ടോ. കുടില ബുദ്ധിയായിരിക്കുന്ന ശകുനി, ദുശാസനൻ, അവരുടെ ഉപദേശമൊക്കെ ദുര്യോധന നിന്നെ നാശത്തിലേക്ക് നയിക്കും. നീ വെറുതെ അവരെ വാക്ക് കേൾക്കണ്ട. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കാര്യത്തിന്റെ ഗൗരവം നീ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഉപദേശം നീ സ്വീകരിക്കുക. പാണ്ഡവന്മാരുമായിട്ടുണ്ടാക്കുന്ന ഈ യുദ്ധം അത് നീ ഒഴിവാക്ക് ദുര്യോധന. അല്ലെങ്കിൽ നീയും നിന്റെ സൈന്യവും നിന്റെ വംശവും നശിച്ചു എന്നുള്ള കാര്യം കേൾക്കേണ്ടി വരും. വേണ്ടാത്ത കാര്യങ്ങൾക്ക് നീ പോവരുത് ദുര്യോധന. നിന്നോടാണ് ഈ പറയുന്നത്. ഇത്രയും ഭീഷ്മര് പറഞ്ഞു. ഇത് കേട്ടപ്പം നമ്മുടെ കർണൻ, നീച ബുദ്ധിയായിരിക്കുന്ന കർണൻ, ഈ ദുര്യോധനന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നതിൽ നമ്പർ 1 കർണൻ അങ്ങോട്ട് എഴുന്നേറ്റു. കർണന്റെ പ്രതികരണം എന്താണെന്നറിയോ? ഇങ്ങനെ അവസരോചിതവും പഥ്യവുമായിരിക്കുന്ന ഉപദേശം ദുര്യോധനന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഭീഷ്മരുടെ ഉപദേശം തീരെ ഇഷ്ടപ്പെട്ടില്ല ദുര്യോധനന്. ദുര്യോധന പക്ഷത്ത് ഉള്ള ആൾക്കാർക്കും ഭീഷ്മരോട് ഭയങ്കര വെറുപ്പ് തോന്നി. ദുര്യോധനന്റെ സൈഡിലുള്ള ആൾക്കാർക്കും ഭയങ്കര വെറുപ്പായി. കർണൻ എഴുന്നേറ്റിട്ട് 2 അങ്ങോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം? മഹാനായിരിക്കുന്ന ഭീഷ്മ പിതാമഹ, അങ്ങ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പക്ഷപാത സംസാരമാണ്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? പാണ്ഡവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ അങ്ങ് സംസാരിക്കുന്നത്? എന്നെ നീച ബുദ്ധി എന്നല്ലേ അങ്ങ് സംസാരിച്ചിരിക്കുന്നത്? അതിന് ഞാൻ എന്ത് നീചത്വമാണ് ഞാൻ അങ്ങയോട് കാണിച്ചിരിക്കുന്നത്? എന്തിനാ എന്നെ നീച ബുദ്ധി എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്? ക്ഷത്രിയ ധർമ്മങ്ങളിൽ നിന്ന് അണുപോലും ഞാൻ തെറ്റി നടന്നിട്ടില്ല. ശത്രുക്കളോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ഷത്രിയ ധർമ്മം തന്നെയാണ് ഭീഷ്മ പിതാമഹ. ശത്രുക്കളെ ഭയപ്പെട്ട് അവരോട് നല്ല രീതിയിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭീരുത്വമാണ് ഭീഷ്മ പിതാമഹരെ. പാണ്ഡവന്മാരെ പറ്റി അങ്ങ് പുകഴ്ത്തി സംസാരിക്കുമ്പോൾ എതിർത്തു വന്നാൽ അവരെയെല്ലാം കൊല്ലുവാനുള്ള കഴിവെനിക്കുണ്ട്. ഇനി അങ്ങ് പാണ്ഡവന്മാർക്ക് അനുകൂലമായി സംസാരിക്കരുത്. ദുര്യോധനന് നല്ലതേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. അങ്ങ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഇനി വേണ്ട ഭീഷ്മ പിതാമഹരെ. കർണം പറയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഭീഷ്മര് വീണ്ടും എഴുന്നേറ്റു. അഹങ്കാരവും വിനയവും ഇല്ലാത്ത കർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭീഷ്മർക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. പക്ഷേ ഭീഷ്മർ ആ ദേഷ്യമൊക്കെ സഹിച്ചുകൊണ്ട് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ധൃതരാഷ്ട്രരോട് സൗമ്യമായിട്ട് പറഞ്ഞു. ഭീഷ്മർ എഴുന്നേറ്റ് കർണനെ ഒരു നോട്ടം നോക്കി. കർണരോ ഭീഷ്മരുടെ നേരെ ആ മുഖം അങ്ങ് തിരിച്ചു കളഞ്ഞു. എന്നാലും ഭീഷ്മർ കർണരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കർണനെ നോക്കിക്കൊണ്ട് ഭീഷ്മർ ആ ദേഷ്യം മുഴുവൻ സഹിച്ചിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ മക്കളെയെല്ലാം വഴിതെറ്റിക്കുന്നത് ഈ കർണനാണ്. പാണ്ഡവന്മാരെയെല്ലാം കൊല്ലാൻ കഴിവുണ്ടെന്ന് ഇവൻ വീമ്പ് പറയുന്നു. പാണ്ഡവന്മാരുടെ 10-1 ശക്തി കർണനുണ്ടോ? ഉണ്ടെങ്കിൽ വിരാട് രാജധാനിയിൽ പശുക്കളെ അപഹരിച്ച സമയത്ത് കർണൻ ഒറ്റയ്ക്ക് എതിർത്തപ്പോഴും ഘോഷയാത്രയിൽ ഗന്ധർവന്മാർ അങ്ങയുടെ പുത്രന്മാരെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ടപ്പോഴും ഇവൻ എവിടെയായിരുന്നു? അർജുനൻ ഒറ്റയ്ക്ക് എതിർത്ത സമയത്ത് ഈ കർണൻ എവിടെയായിരുന്നു? ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങയുടെ മക്കളെയെല്ലാം കൊണ്ടുപോയി ഗന്ധർവന്മാർ കെട്ടിയിട്ട സമയത്ത് ഈ കർണൻ എവിടെയായിരുന്നു? വെറുതെ വീമ്പ് പറയുന്ന ഇവനെ നീച ബുദ്ധി എന്നല്ലാതെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? അങ്ങയുടെ വംശത്തെയോ പുത്രന്മാരെയോ രക്ഷിക്കാൻ ഈ നീചബുദ്ധിയായിരിക്കുന്ന കർണനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവെ, ഞാൻ അവന്റെ മുഖത്ത് നോക്കി വിളിക്കുന്നു, നീചബുദ്ധിയായിരിക്കുന്ന കർണൻ അങ്ങേക്കും അങ്ങയുടെ കുരുവംശത്തിനും ഒരു ശാപമാണ്.
മഹാരാജാവേ, സന്ധി ചെയ്യുക, എത്രയും വേഗം പാണ്ഡവന്മാരുമായി സൗമ്യതയിലെത്തുക. കർണന്റെയോ ശകുനിയുടെ വാക്ക് കേട്ട് അങ്ങ് നാശത്തിലേക്ക് നീങ്ങരുത് മഹാരാജാവേ. ദ്രോണരുടനെ എഴുന്നേറ്റിട്ട് ഭീഷ്മരുടെ വാക്കുകളെ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു. ദ്രോണർ എഴുന്നേറ്റു. എന്നിട്ട് ഭീഷ്മര് പറഞ്ഞ് ഈ വാക്കുകൾ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു, പിതാമഹനായിരിക്കുന്ന ഭീഷ്മർ പറയുന്നത് അനുസരിക്കുക. ദ്രവ്യലോഭികൾക്ക് പറയുന്ന വാക്കുകൾ, ഇഷ്ടവാക്കുകൾ ശ്രദ്ധിക്കരുത്. ഈ കർണനും ഈ ശകുനിയും ഒക്കെ പറയുന്നത് ദ്രവ്യത്തിന് വേണ്ടിയിട്ടാണ്, ഭൂമിക്കും പണത്തിനും വേണ്ടിയിട്ടാണ്. അതനുസരിക്കരുത്. സന്ധി ചെയ്യുക, പാണ്ഡവന്മാരുമായി എത്രയും പെട്ടെന്ന് രമ്യതയിലാവുക, യുദ്ധം വേണ്ടെന്ന് വെക്കുക. അതാണ് നല്ലത്. കുരുവംശത്തിന് നല്ലത് അതാണ്. അർജുനൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടില്ലേ? ആ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണ്. പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിവുള്ളവനാണ് പാർത്ഥൻ, അർജുനൻ. അവന്റെ കൂടെ കൃഷ്ണനുമുണ്ട്. 3 ലോകത്തിനും അവനെ പോലൊരു പോരാളിയെ കണ്ടെത്താനാവില്ല. അവൻ ത്രിലോകങ്ങളെയും ജയിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ വംശത്തെ രക്ഷിക്കാനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. കുരുവംശത്തെ രക്ഷിക്കുകയാണ് വേണ്ടത്. ഭീഷ്മരും ദ്രോണരും ഒക്കെ ഇത്രയും പറഞ്ഞു. ധൃതരാഷ്ട്രര് ഭീഷ്മര് പറഞ്ഞതും ദ്രോണര് പറഞ്ഞതും ഒക്കെ അങ്ങ് അവഗണിച്ചു കളഞ്ഞു. എന്നിട്ട് സഞ്ജയനോട് ചോദിക്കുകയാണ്, സഞ്ജയ, അർജുനൻ പറഞ്ഞതൊക്കെ നീ പറഞ്ഞു, ധർമ്മപുത്രൻ എന്താ പറഞ്ഞത്? എന്താ ധർമ്മപുത്രൻ പറഞ്ഞിരിക്കുന്നത്? യുധിഷ്ഠിരൻ ആരൊക്കെയാണ് അവരെ സഹായിക്കാൻ വന്നു നിൽക്കുന്നത്? ധർമ്മജ്ഞനും സദാചര തത്പരനുമായിരിക്കുന്ന സമാധാനകാംക്ഷിയുമായിരിക്കുന്ന യുധിഷ്ഠിരനെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ യുദ്ധം വേണ്ട എന്ന് ഉപദേശിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ സഞ്ജയ? അതോ മന്ദബുദ്ധികളായിരിക്കുന്ന രാജാക്കന്മാരെല്ലാം ധർമ്മപുത്രരെയും പാണ്ഡവന്മാരെയൊക്കെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഭീഷ്മ പിതാമഹന്റെയും ദ്രോണാചാര്യരുടെയും വാക്കുകളൊക്കെ ശ്രദ്ധിക്കാതെ, ഭീഷ്മ പിതാമഹര് പറഞ്ഞതും ദ്രോണാചാര്യര് പറഞ്ഞതും ഒന്നും ശ്രദ്ധിക്കാതെ സഞ്ജയനോടുള്ള ചോദ്യം കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു നിരാശയാണ് തോന്നിയത്. ധൃതരാഷ്ട്ര ചോദിച്ച ചോദ്യമാണ് ഇത്രയും കേട്ടിട്ട് എല്ലാവർക്കും ഒരു നിരാശ. ധൃതരാഷ്ട്രർക്ക് മകനോടുണ്ടായ ഒരു സ്നേഹം, ആ സ്നേഹം കൊണ്ട് മനസ്സിന് വെളിച്ചമൊന്നും കൊടുക്കാൻ പറ്റില്ല, നല്ല വഴിക്ക് നടത്താൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോ സഞ്ജയൻ എന്ത് ചെയ്തു? പാണ്ഡവരുടെ ശക്തിയെക്കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പാണ്ഡവന്മാരും കേകയന്മാരും മത്സ്യന്മാരും എന്നു വേണ്ട പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒക്കെ ധർമ്മപുത്രർ എന്താണോ പറയുന്നത് അത് കേൾക്കാൻ കാത്തു നിൽക്കുന്നവരാണ്. സഞ്ജയൻ പറയണം, പാണ്ഡവന്മാരുടെ ഫലത്തെപ്പറ്റി ആലോചിച്ച ഉടനെ സഞ്ജയന്റെ ബോധം പോയി. സദസ്യരുടെ, ആ സദസ്സിൽ വന്നിരിക്കുന്നവരുടെ എടുത്തൊക്കെ സഞ്ജയൻ പാണ്ഡവ ശക്തിയെപ്പറ്റി നന്നായിട്ടങ്ങ് പറഞ്ഞു കൊടുത്തു. പാണ്ഡവന്മാരിൽ ഓരോരുത്തരെ പറ്റിയും അവരുടെ ശക്തിയെപ്പറ്റിയും അവരുടെ മഹാത്മ്യത്തെ പറ്റിയൊക്കെ സഞ്ജയൻ വിശദമായിട്ടങ്ങ് പറഞ്ഞു കൊടുത്തു. കാശി രാജകന്യകയായിരിക്കുന്ന അംബ ഭീഷ്മവധത്തിനായിട്ട് പാഞ്ചാല രാജപുത്രനായ ശിഖണ്ഡിയായി ജനിച്ച് ഭീഷ്മരോട് ഏറ്റുമുട്ടാൻ കാത്തു നിൽക്കുകയാണ്. ദുർജയന്മാരായിരിക്കുന്ന പാഞ്ചാലി പുത്രന്മാർ പാണ്ഡവമിത്രമായിരിക്കുന്ന വിരാട് രാജാവ്, അതായത് പാണ്ഡവന്മാരുടെ മിത്രമായിരിക്കുന്ന വിരാട് രാജാവ്, മഹാശക്തനായിരിക്കുന്ന കാശി രാജാവ്, അക്ഷൗഹിണി സൈന്യത്തിൻ്റെ അധിപനായിരിക്കുന്ന ദൃഷ്ടകേതു, ഇങ്ങനെ ഒരുപാട് ശക്തിയുള്ള ആൾക്കാരൊക്കെ ധൃതരാഷ്ട്രർ എന്താണോ ധർമ്മപുത്രർ എന്താണോ പറയുന്നത് ആ വാക്ക് കേൾക്കാൻ കാത്തു നിൽക്കുകയാണ്.
ആ കൽപ്പനയ്ക്കായിട്ട് കാത്തു നിൽക്കുകയാണ്. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന എല്ലാവരെയും ഒതുക്കി നിർത്താൻ ശരിക്കും പറഞ്ഞാൽ ധർമ്മപുത്രർ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ധർമ്മപുത്രർ മിണ്ടാത്തത് കൊണ്ടാണ് യുദ്ധം നടക്കാത്തത്, അല്ലെങ്കിൽ എപ്പോഴേ യുദ്ധം തുടങ്ങിയേനെ. ഇവർക്കെല്ലാത്തിനും പുറമെ ജഗന്നിയന്താവായിരിക്കുന്ന വാസുദേവന്റെ സഹായവും പാണ്ഡവർക്കുണ്ട്. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പാണ്ഡവ പക്ഷത്തുള്ള വീരന്മാരെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പാണ്ഡവരെ ജയിക്കൂ. ഇങ്ങനെ പറഞ്ഞ സഞ്ജയന്റെ വാക്ക് കേട്ടപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടി, ആകപ്പാടെ ഞെട്ടിത്തരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ, അങ്ങനെ മൗനത്തിലിരിക്കുന്ന ധൃതരാഷ്ട്രർ, നാളെ ഏകാദശിയാണ്, മൗനം ഭജിച്ചുകൊണ്ടിരിക്കുന്ന ധൃതരാഷ്ട്രര് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഹലോ സഞ്ജയ, അങ്ങ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്, നല്ല സങ്കടമുണ്ട് എനിക്ക് അങ്ങ് പറയുന്നത് കേട്ടിട്ട്. യുധിഷ്ഠിരനെ സഹായിക്കാൻ പല മഹാരഥന്മാരും ഉണ്ട്. എന്നാൽ എനിക്ക് അവരെക്കാളൊക്കെ പേടി ഭീമസേനനെയാണ്. ധൃതരാഷ്ട്ര മഹാരാജാവ് പറയാണ്, എനിക്ക് പേടി ഭീമസേനനെയാണ്. ഇന്ദ്രനെ പോലെ തേജസ്വിയായിരിക്കുന്ന അവനോട് പോരാടാൻ മതിയായ ഒരുത്തനെയും ഞാൻ ഈ കൗരവ വംശത്തിൽ കാണുന്നില്ല. 8 ചുറ്റു സ്വർണം കൊണ്ട് കെട്ടിച്ച ഒരു ഇരുമ്പ് ഗദയെ എടുത്തുകൊണ്ട് അവൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയ എൻ്റെ 100 മക്കളും ബാക്കിയുണ്ടാവില്ല. ധൃതരാഷ്ട്രർക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടോ. ആള് പറയാണ്, 8 ചുറ്റു സ്വർണം കൊണ്ട് കെട്ടിച്ച ഗദയാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. ആ ഗദയും കൊണ്ട് അവൻ അങ്ങ് യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ എൻ്റെ 100 മക്കളും ജീവനോട് കാണില്ല. ബാല്യത്തിൽ തന്നെ അവന് ദുര്യോധനനോട് വലിയ പകയാണ് ഭീമന്. ഇതിനു മുമ്പ് തന്നെ അവനെ ദേഷ്യം പിടിപ്പിച്ച സന്ദർഭത്തിൽ അവൻ 100 മക്കളെയും കൊല്ലാതിരുന്നത് എൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടാണ്, അല്ലെ എൻ്റെ മക്കളുടെ ആയുസിൻ്റെ ബലം കൊണ്ടാണ്. ഭീമസേനനെ ജയിക്കാൻ കഴിവുള്ള ഒരാളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ സഞ്ജയ? എൻ്റെ വിഡ്ഢികളായിരിക്കുന്ന മക്കള് ഇതൊന്നും ആലോചിക്കുന്നില്ല. കഷ്ടം തന്നെ. സിംഹത്തോട് പോരാടാൻ വേണ്ടി പോകുന്ന മാൻകൂട്ടങ്ങളെ പോലെയാണ് എൻ്റെ മക്കള്. എൻ്റെ മക്കള് പോരാടാൻ പോകുന്നത് ഭീമസേനനോടാണ്. ആനകളെയും കുതിരകളെയും തേരുകളെയെല്ലാം ആ ഗദ കൊണ്ട് അവൻ തല്ലി ഒടിച്ച് അട്ടഹസിക്കുന്ന ഭീമനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. പണ്ട് ജരാസന്ധനെയും കീചകനെയും ഒക്കെ കൊന്ന അവൻ്റെ ആ ദേഷ്യം, അത് ഞാൻ കണ്ടതാണ്. നല്ല വേനൽക്കാലത്ത് കത്തിപ്പടരുന്ന അഗ്നി പോലെ കൗരവന്മാരെ മുഴുവൻ അവൻ നശിപ്പിക്കും. എല്ലാം എൻ്റെ കഷ്ടകാലം. മന്ദബുദ്ധിയായ ഞാൻ ദുരാഗ്രഹം കൊണ്ട് ഐശ്വര്യം ഐശ്വര്യം ഐശ്വര്യം, എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ എന്നും വിചാരിച്ചുകൊണ്ട് നടന്ന് ഇത്രത്തോളം പാപവും ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടത്, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സഞ്ജയ, എൻ്റെ മക്കള് 100 പേരും മരിച്ചിട്ട് അവരുടെ ഭാര്യമാരുടെ കരച്ചിലും കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? സഞ്ജയ, എനിക്ക് മരിക്കാൻ വല്ല വഴിയും കാണിച്ചു തരൂ. ഇതാണ് ധൃതരാഷ്ട്ര ചോദിക്കുന്നത്. ഇങ്ങനെ ഭീമസേനനെ പറ്റിയും അർജുനനെ പറ്റിയൊക്കെയുള്ള പേടി കൊണ്ട് വിഷമിച്ച ധൃതരാഷ്ട്രര് ആകെപ്പാടെ സങ്കടപ്പെട്ട് കുറച്ചു നേരം തല കുനിച്ചിരുന്നു. പിന്നെ കൗരവ സഭയോട് പറഞ്ഞു, ഒരു യുദ്ധമുണ്ടായാൽ നമുക്കൊരിക്കലും പരാജയമല്ലാതെ വിജയം കിട്ടില്ല. നമുക്ക് പരാജയമേ കിട്ടൂ, ഒരിക്കലും നമുക്ക് വിജയം കിട്ടില്ല. യുധിഷ്ഠിരന്റെ ഭാഗത്ത് അത്രയും മഹാശക്തിയുള്ള ആൾക്കാരുണ്ട്. ഭീമസേനനും അർജുനനും മതി ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ. അതോടുകൂടി അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി വന്നിരിക്കുന്ന രാജാക്കന്മാരും കൂടി ഉണ്ടെന്നറിഞ്ഞപ്പം
ഇനി ആലോചിക്കാനേ തോന്നുന്നില്ല. അതുകൊണ്ട് ധീരനും സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവനും ധർമ്മത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചിട്ട് യുദ്ധം ഒഴിവാക്കാനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരിക്കലും പാണ്ഡവരുമായിട്ടൊരു യുദ്ധത്തിന് പോണ്ട. അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് അവർക്ക് കൊടുക്കാനുള്ള രാജ്യവും കൊടുത്ത് നമുക്ക് മിണ്ടാതെ ഇരിക്കാം. നിങ്ങൾക്കും അതാണ് അഭിപ്രായമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഉടമ്പടിക്ക് നമുക്ക് ശ്രമിക്കാം. നാം നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും യുധിഷ്ഠിരൻ അത് കേൾക്കാതിരിക്കില്ല. നമ്മൾ നിർബന്ധിക്കുകയാണ് യുദ്ധം വേണ്ടാന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരൻ അത് കേൾക്കാതിരിക്കില്ല. അപ്പൊ സഞ്ജയന് ഭയങ്കര സന്തോഷമായി. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞ ഈ വാക്കുകൾ അഭിനന്ദിച്ചുകൊണ്ട് സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവെ, അങ്ങ് പറയുന്നത് ശരിയാണ്. ഇതേവരെയും അങ്ങ് പാണ്ഡവന്മാർക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെ? കള്ളച്ചൂത് കളിച്ചിട്ട് അവരുടെ രാജ്യം മുഴുവൻ ചതിയിൽ തട്ടിയെടുത്തിട്ട് അങ്ങ് സന്തോഷിക്കല്ലേ ചെയ്തത് ഇത്രയും കാലം? പാണ്ഡവന്മാരുടെ നേരെ കർണനും ശകുനിയും ഒക്കെ ഒരുപാട് വിഷമം പിടിച്ച വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് തടഞ്ഞില്ലല്ലോ. തടഞ്ഞോ? ചൂതിൽ വഞ്ചിക്കപ്പെട്ട പാണ്ഡുപുത്രന്മാര്, ചൂത് കളിച്ച് വഞ്ചിക്കപ്പെട്ട പാണ്ഡുപുത്രന്മാര് കാട്ടിലേക്ക് വനവാസത്തിന് പോയപ്പോഴും അങ്ങൊരു കുട്ടിയെ പോലെ ചിരിക്കല്ലേ ചെയ്തത്? ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടും അങ്ങയുടെ മക്കളല്ലേ ഈ ദ്രോഹങ്ങളെല്ലാം അവരോട് ചെയ്തത്? ആ ദ്രോഹങ്ങൾ ചെയ്തിട്ട് പോലും ആ മക്കളോട് പോലും അങ്ങ് നല്ല ദയയോടും സ്നേഹത്തോടും കൂടിയല്ലേ പെരുമാറിയത്? ഗന്ധർവന്മാരുടെ പിടിയിൽ പെട്ടിട്ട് ജീവൻ പോകും എന്ന് പറഞ്ഞ അവസ്ഥയിൽ കൗരവന്മാരെയൊക്കെ രക്ഷിച്ചത്, അങ്ങയുടെ മക്കളായിരിക്കുന്ന കൗരവന്മാരെയൊക്കെ രക്ഷിച്ചത് ആരാ? അർജുനനല്ലേ? അതുകൊണ്ട് യുദ്ധമുണ്ടായാൽ പാണ്ഡവരെ ജയിക്കാം എന്നുള്ളൊരാഗ്രഹം വേണ്ട. അതില്ലാതാക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? അതാണ് ആലോചിക്കേണ്ടത്. ഏറ്റവും നല്ല വഴി അതാണ്. അതിനുള്ള മാർഗം അങ്ങ് പറഞ്ഞു തന്നാൽ യുധിഷ്ഠിരൻ അത് സ്വീകരിക്കും. ഉറപ്പാണ് യുധിഷ്ഠിരൻ അത് കേൾക്കും, ഒരു സംശയവും ഇല്ല. ഇതത്രയും കൂടി സഞ്ജയൻ പറഞ്ഞു കേട്ടപ്പം നമ്മുടെ ദുര്യോധനന് സഹിച്ചില്ല. ദുര്യോധനനോടനെ എഴുന്നേറ്റ് നിന്നിട്ട് അച്ഛനായിരിക്കുന്ന ധൃതരാഷ്ട്രരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, അല്ലയോ രാജാവേ, അങ്ങ് ഇത്രയൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ വിഷമിക്കുകയും കരയൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ ആവശ്യം എന്താണ്? യുദ്ധത്തിൽ പാണ്ഡവന്മാരെ ജയിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഭീഷ്മ പിതാമഹനെയും മറ്റും ശക്തിയൊക്കെ അങ്ങേക്ക് അറിയുന്നതല്ലേ? ഭീമസേനനെ അർജുനനെയൊക്കെ അങ്ങ് എന്തിനാണ് ഇത്രത്തോളം പേടിക്കുന്നത്? എന്റെ ഗദയുടെ യുദ്ധത്തെ പറ്റി ബലരാമൻ തന്നെ വാഴ്ത്തിയിട്ടുണ്ട്. എന്റെ ഗദാപ്രഹരം, ഗദയെടുത്ത് ഞാൻ ഒരു അടി അടിച്ച അത് തടുക്കാനുള്ള ശക്തിയൊന്നും ഭീമനില്ല എന്റെ പൊന്ന് രാജാവേ. ഒരൊറ്റ പ്രഹരം കൊണ്ട്, ഒരൊറ്റ അടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഭീമനെ അങ്ങ് ഞാൻ തറയിലിട്ടേക്കും. അങ്ങനെയുള്ള ഭീമനെ എനിക്ക് നിലനിർത്താൻ അറിയാം, നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. അർജുനന് നമ്മളെ സഹായിക്കാൻ വന്നിട്ടുള്ള മഹാശക്തിമാനായിരിക്കുന്ന ആൾക്കാരോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും അർജുനനില്ല. അർജുനനെ കൊല്ലണം, അതെല്ലാവരുടെയും വാശിയാണ്. ഭീമനും അർജുനനും പോയി കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവ സൈന്യത്തിന് എന്ത് ശക്തി ഉണ്ടെന്നാ ഈ പറയുന്നത്? നമുക്കുള്ള 11 അക്ഷൗഹിണി സൈന്യങ്ങളുടെ മുമ്പില്, നമുക്ക് 11 അക്ഷൗഹിണി സൈന്യങ്ങളുണ്ട്. അതിൻ്റെ മുമ്പിൽ അവരുടെ 7 അക്ഷൗഹിണി സൈന്യങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് 11 ഉണ്ട്, അവർക്ക് 7 ഉള്ളൂ. എന്താണ് ഈ പാണ്ഡവന്മാർക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്കുള്ള സൈന്യങ്ങളുടെ ആ ശക്തി, പാണ്ഡവന്മാരുടെ സൈന്യങ്ങളുടെ കുറവ്, ഇതൊക്കെ ഒന്ന് നല്ലോണം ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൂടെ എത്ര പേരുണ്ട്? പാണ്ഡവന്മാരുടെ കൂടെ എത്ര പേരുണ്ട്? യുദ്ധം ഉണ്ടായാൽ എന്താ സംഭവിക്കാന്നുള്ളതിനെ കുറിച്ചുള്ള സംശയമൊന്നും വേണ്ട. പാണ്ഡവന്മാരുടെ പൊടി പോലും പിന്നെ ഉണ്ടാവില്ല. യുദ്ധത്തെ പറ്റി ആലോചിച്ചിട്ട് അങ്ങ് ഒരിക്കലും വിഷമിക്കേണ്ട മഹാരാജാവേ. അങ്ങ് ധൈര്യമായി അടങ്ങിയിരിക്കേ, ഈ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളും. ദുര്യോധനൻ പറയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം സഞ്ജയനോട് പറഞ്ഞു, ചൂതിൽ തോറ്റ് തുന്നം പാടിയിട്ട്
നാട് വിട്ടുപോയി കാട്ടിൽ വളരെ കാലമായി ജീവിക്കുന്ന പാണ്ഡവന്മാരെ പറ്റി വെറുതെ സഞ്ജയ പ്രശംസിച്ച് പറയരുത്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെ സഞ്ജയ നീ പേടിപ്പിക്കരുത്. മനസ്സിലായല്ലോ? ഇത് കേട്ടപ്പോൾ നമ്മുടെ സഞ്ജയൻ വീണ്ടും സംസാരിച്ചു. സഞ്ജയൻ പറഞ്ഞു, ദുര്യോധനന്റെ വാക്ക് കേട്ടിട്ട് സഞ്ജയൻ ദേഷ്യം വന്നു. ദുര്യോധനൻ അങ്ങ് അവഗണിച്ചു. സഞ്ജയൻ മൈൻഡ് ആക്കില്ല ദുര്യോധനനെ. നേരെ സഞ്ജയൻ എഴുന്നേറ്റ് നിന്നിട്ട് ധൃതരാഷ്ട്രരോട് പാണ്ഡവന്മാരുടെ കൂടെയുള്ള യുദ്ധത്തിന്റെ സന്നാഹത്തെ പറ്റി അങ്ങ് പറഞ്ഞു. ധർമ്മപുത്രനെ സഹായിക്കുവാൻ പല രാജ്യങ്ങളിലും നിന്ന് രാജാക്കന്മാർ അവരുടെ അക്ഷൗഹിണി സൈന്യങ്ങളോടുകൂടിയാണ് വന്നിരിക്കുന്നത്. പാണ്ഡവന്മാരുടെ ഭാഗത്തുള്ളവർ ഓരോരുത്തരും കൗരവന്മാരുടെ ഭാഗത്തുള്ള ആരെയൊക്കെ വധിക്കണമെന്നുള്ളത് മുൻകൂട്ടി തീർച്ചപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ യുദ്ധതന്ത്രങ്ങളും അറിയുന്ന മഹാരഥനായിരിക്കുന്ന ദൃഷ്ടദുമ്നനാണ് സേനാമുഖത്ത് നിൽക്കുന്നത്. ശിഖണ്ഡി ഭീഷ്മരെ വീഴ്ത്താൻ റെഡിയായി നിൽക്കുകയാണ്. അജീഷ് പ്രഭു നേരത്തെയുള്ള ക്ലാസ്സുകൾ കേൾക്കൂട്ടോ. ഈ അക്ഷൗഹിണി സൈന്യത്തെ പറ്റിയൊക്കെ കൃത്യമായി കണക്ക് സഹിതം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി വീണ്ടും വിസ്തരിക്കുക എന്ന് പറയുന്നത് മഹാഭാരതം വീണ്ടും തുടങ്ങുന്ന പോലെയായിരിക്കും. അതുകൊണ്ട് മുൻ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ കേൾക്കൂട്ടോ. മദ്രാധിപനായിരിക്കുന്ന ശല്യനെ യുധിഷ്ഠിരൻ വധിക്കും. അങ്ങയുടെ 100 മക്കളെയും കൊല്ലാൻ പോകുന്നത് ഭീമസേനനാണ്. അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കർണനെയും പിന്നെ അശ്വത്ഥാമാവിനെയാണ് കൊല്ലാൻ പോകുന്നത്. വികർണൻ ജയദ്രഥനെയും മുതലായ ആൾക്കാരെയൊക്കെയാണ് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. ത്രിഗർത്തന്മാരെയും സക്ഷപ്തന്മാരെയും ദുര്യോധനന പുത്രന്മാരെയും ദുശാസകുനന്മാരെയും ഒക്കെ അഭിമന്യുവാണ് കൊല്ലാൻ പോകുന്നത്. ദൃഷ്ടദ്യുമ്നനും ദ്രുപദീ പുത്രന്മാരും ചേർന്ന് ദ്രോണനെയും സോമദത്തനെയും കൃതവർമാവിനെയും കൊല്ലാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ശകുനിയെ കൊല്ലുന്നത് സഹദേവനാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൗരവ വംശത്തിന്റെ കഥ മുഴുവൻ തീർത്ത് വെക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി സമയം കളയണ്ട, പുത്രന്മാരോട് കൂടി ആലോചിച്ചിട്ട് നല്ല തീരുമാനം എടുത്തോളൂ മഹാരാജാവെന്ന് സഞ്ജയൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവ് വീണ്ടും സ്വന്തം മക്കളുടെ വിവരമില്ലായ്മയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. സഞ്ജയ, മന്ദബുദ്ധികളായിരിക്കുന്ന എൻ്റെ മക്കള് ഭീമന്റെ ഗദയുടെ അടി കൊണ്ട് ചാവാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു സംശയവും ഇല്ല. ഹോമത്തിന്റെ തീയില് പാറ്റകൾ ചെന്ന് വീഴുന്നത് പോലെ പാർത്ഥന്റെ ഗാന്ധീവത്തിൽ ചെന്നിട്ട് ഈ സൈന്യങ്ങളൊക്കെ വെന്ത് വെണ്ണീറായി പോവും, ഉറപ്പാണ്. യുദ്ധവീരന്മാരും മഹാപ്രതാപികളും നല്ല ശക്തിയുള്ളവരുമായിരിക്കുന്ന പാണ്ഡവന്മാരുടെ ശക്തിയെപ്പറ്റി എത്ര പറഞ്ഞിട്ടും എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യുക സഞ്ജയ? എത്ര പറഞ്ഞിട്ടും ഈ മക്കളാരും യുദ്ധത്തിൽ നിന്ന് അങ്ങ് പിന്മാറുന്നില്ലല്ലോ. അവർ ഈ വംശം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരാണോ എൻ്റെ മക്കള്? ഉണ്ണി, സുയോധന, നീ നല്ലോണം ഒന്ന് ആലോചിച്ചേ. സഞ്ജയൻ പാണ്ഡവന്മാരെ പറ്റി പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? അതുകൊണ്ട് നീ ഒന്ന് ശരിക്കും ആലോചിക്ക് എന്ന് നമ്മുടെ ധൃതരാഷ്ട്ര പറഞ്ഞു ദുര്യോധനനോട്. എന്നിട്ട് ധൃതരാഷ്ട്ര പറഞ്ഞു, സഞ്ജയ, പാണ്ഡവ സഭയില് അതിനുശേഷം എന്തൊക്കെയാ നടന്നത്? അതൊക്കെ ഒന്ന് വിശദമായിട്ട് പറ സഞ്ജയ എന്ന് പറഞ്ഞു. അങ്ങനെ സഞ്ജയൻ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? 10:23 10:45 ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. സഞ്ജയൻ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞു. പാണ്ഡവ സഭയിൽ അവസാനമായിട്ട് സംസാരിച്ചത് അർജുനനാണ്. കൃഷ്ണന്റെ അനുവാദത്തോടുകൂടി പാർത്ഥൻ ദുര്യോധനന് ഒരു സന്ദേശം പറഞ്ഞയച്ചിട്ടുണ്ട്. കൃഷ്ണൻ പറഞ്ഞിട്ടാണ് അർജുനൻ ആ ഒരു സന്ദേശം പറഞ്ഞയച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ശരാഗ്നി ധൂമവും രഥഘോഷവും ചേർന്ന മഹായുദ്ധമാകുന്ന യാഗത്തിൽ
ഹോമദ്രവ്യമായി തീരാതിരിക്കുവാൻ ഇനിയെങ്കിലും ദുര്യോധന നീ നിന്റെ നല്ല ബുദ്ധി വെച്ച് ആലോചിക്കുക. ഇല്ല എങ്കിൽ ഹോമാഗ്നിയിൽ ഇടുന്ന അർപ്പിക്കുന്ന ദ്രവ്യത്തെ പോലെയായി തീരും നീയും നിന്റെ കുരുവംശവും. പരംതമനായിരിക്കുന്ന ധർമ്മപുത്രർക്ക് അർഹമായിരിക്കുന്ന സ്വത്ത് തരാതെ ഇരിക്കുകയാണെങ്കിൽ കൗരവന്മാരുടെയും അവരെ സഹായിക്കാൻ വരുന്ന സൈന്യങ്ങളുടെയും സ്ഥാനം ഇനി യമപുരിയിലായിരിക്കും. ആ കാര്യത്തിന് ഒരു സംശയവും ഇല്ല. കൃഷ്ണന്റെ സഹായകനായിരിക്കുന്ന പാർത്ഥനാണ് ഇത് പറയുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ ദുര്യോധന. ഈ വാക്ക് കേട്ടതിന് ശേഷം ഞാൻ അവരോട് യാത്ര പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഞാൻ ഇത്രയും പാർത്ഥം പറഞ്ഞു കേട്ടതോടുകൂടി ബോധം പോയില്ല എന്നേ ഉള്ളൂ മഹാരാജാവേ. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ എന്താന്ന് വെച്ച് ആലോചിച്ച് തീരുമാനം എടുത്തോളൂ. ഇതൊക്കെ കേട്ടിട്ടും സഞ്ജയൻ ഇത്രയും പറഞ്ഞു മിണ്ടാതിരുന്നു. ഇതൊക്കെ കേട്ടിട്ടും തൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ദുര്യോധനന് ഒരു മാറ്റവും ഇല്ല. സഞ്ജയന്റെ വാക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് ദുര്യോധനന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജാക്കന്മാരെല്ലാവരും എന്താ പറയുക, ദുര്യോധനന്റെ വർത്താനം കേട്ടിട്ട് ദുര്യോധനന്റെ ആ ഒരു നിലപാടിൽ എല്ലാവർക്കും പ്രതിഷേധമായി. രാജാക്കന്മാരെല്ലാവരും ഇറങ്ങിപ്പോയി. സഭയില് ധൃതരാഷ്ട്രരും സഞ്ജയനും കുറച്ച് രാജാക്കന്മാരും മാത്രമായി. ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി. കാരണം ദുര്യോധനൻ മര്യാദക്കാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. സഞ്ജയൻ എന്ത് ചെയ്ത് ധൃതരാഷ്ട്രരുടെ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് ഗാന്ധാരീനെയും നമ്മുടെ വ്യാസനെയും കൂടെ അവിടെ വിളിച്ചു വരുത്തി. വ്യാസന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് സഞ്ജയൻ എന്ത് ചെയ്തു, ശ്രീകൃഷ്ണ തത്വം അങ്ങ് വിവരിക്കാൻ തുടങ്ങി. രാജാവേ, ശ്രീകൃഷ്ണൻ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി അവതരിച്ച സർവേശ്വരൻ തന്നെയാണെന്ന് അങ്ങേക്ക് അങ്ങയുടെ അറിവില്ലായ്മ നിമിത്തം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞാലേ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവതരിച്ച സർവേശ്വരനാണ്. അത് മഹാരാജാവിന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ജ്ഞാനവും തപസ്സും ഉള്ളവർക്ക് മാത്രമാണ് കൃഷ്ണന്റെ തത്വം അറിയാൻ കഴിയൂ. മറ്റ് മനുഷ്യരെ പോലെ കർമ്മം വീണ്ടും അനുഭവിക്കാൻ വേണ്ടി അല്ല കൃഷ്ണൻ ജനിച്ചിരിക്കുന്നത്. കർമ്മ പാപഫലം അനുഭവിക്കാനല്ല കൃഷ്ണൻ ജനിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കർമ്മഫലത്തിനു വേണ്ടി എല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെ കർമ്മ ദുരിതങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ജനിക്കുമ്പോൾ കൃഷ്ണൻ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ജനിച്ചിരിക്കുന്നത്. ധർമ്മം രക്ഷിക്കാനാണ് കൃഷ്ണൻ ജനിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും ഒക്കെ കഴിഞ്ഞ ജന്മത്തിന്റെ പാപഫലങ്ങൾ അനുഭവിച്ചു തീർക്കാനാണ് ജനിച്ചിരിക്കുന്നത്. ലോകത്തിൽ എന്ത് നടക്കുന്നതും കൃഷ്ണന്റെ ഇഷ്ടത്തിനനുസരിച്ചാണെന്ന് ഇനിയെങ്കിലും രാജാവ് ഒന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും രാജാവ് ഒന്ന് മനസ്സിലാക്കുക. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ കൃഷ്ണന് എവിടെയുണ്ടോ ആ ഭാഗത്തെ ജയം ഉണ്ടാവും. കൃഷ്ണനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അതുകൊണ്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ കൃഷ്ണന് സഹായമായി കൊണ്ട് നിൽക്കുന്ന പാണ്ഡവന്മാര്, കൃഷ്ണൻ ആരെയാണോ സഹായിക്കുന്നത് ആ പാണ്ഡവന്മാര് ജയിക്കും, കൗരവന്മാരെല്ലാം നശിക്കും. ഇതെന്റെ ഉറപ്പായ അഭിപ്രായമാണ് രാജാവേ. ഈ തത്വം ധൃതരാഷ്ട്രർക്ക് അറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആത്മവിദ്യ പ്രകാശിക്കുന്നില്ല. അതുകൊണ്ടാണ്. സഞ്ജയനില് നന്നായിട്ട് ആത്മവിദ്യയുണ്ട്. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ആര് ജീവിക്കുന്നത്? സഞ്ജയൻ ജീവിക്കുന്നത്. കൂടാതെ സഞ്ജയൻ അധർമ്മങ്ങളൊന്നും ചെയ്യില്ല. ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി പിടിച്ചിട്ട് ഗൃഹകുടുംബാദികളിൽ നിന്ന്, അതായത് വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അകന്ന് കഴിയുന്നത് കൊണ്ട് കൃഷ്ണനിൽ
നിഷ്കളങ്ക ഭക്തി നിലനിർത്താൻ ആർക്ക് സാധിക്കുന്നു? സഞ്ജയന് സാധിക്കുന്നു. അതുകൊണ്ടാണ് സഞ്ജയനാകുന്ന എനിക്ക് കൃഷ്ണ തത്വം മനസ്സിലാവുന്നത്. ധൃതരാഷ്ട്രര് ഇന്ദ്രിയ വംശകനായിരിക്കുന്ന മകനോടുള്ള സ്നേഹം കൊണ്ട്, അധർമ്മത്തിൽ മനസ്സ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ തത്വമൊന്നും അങ്ങേക്ക് മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? ഈ തത്വമൊന്നും അങ്ങേക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നാശത്തിലേക്ക് പോയി തല വെക്കാതെ ത്രിലോകനാഥനായിരിക്കുന്ന കൃഷ്ണനെ ശരണം പ്രാപിക്കൂ മഹാരാജാവേ, അങ്ങേക്ക് രക്ഷയുണ്ടാവും. സഞ്ജയന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പം ധൃതരാഷ്ട്ര മഹാരാജാവ് ഒന്നും മിണ്ടാതെ നേരെ ദുര്യോധനനെ അങ്ങ് ഉപദേശിച്ചു. മകനെ സുയോധന, നീ കേട്ടല്ലോ ഇതെല്ലാം. കൃഷ്ണനോട് നീ വെറുതെ എതിരിടാതെ പാണ്ഡവന്മാരുമായിട്ട് നല്ല രീതിക്ക് സംസാരിച്ചിട്ട് നീ സമാധാനായിട്ടിരിക്കെ. കൃഷ്ണനെ ആശ്രയിച്ചാൽ നിനക്ക് എല്ലാ ഐശ്വര്യവും വരും. ഇത് കേട്ടപ്പോൾ നമ്മുടെ ദുര്യോധനൻ വീണ്ടും മറുപടി പറഞ്ഞു. അച്ഛാ, ഭഗവാനായിരിക്കുന്ന ദേവകീപുത്രൻ ലോകം മുഴുവൻ മുടിപ്പിക്കുകയാണെങ്കിൽ അങ്ങ് മുടിപ്പിക്കട്ടെ. അവൻ അർജുനന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരിക്കുന്ന കൃഷ്ണനെ ഒരിക്കലും ഞാൻ ആശ്രയിക്കില്ല. സഞ്ജയൻ പറയുന്ന വാക്കുകൾ കേട്ടപ്പോ അങ്ങ് ഒരിക്കലും പരിഭ്രമിക്കണ്ട. എന്തിനാ അച്ഛാ സഞ്ജയൻ പറയുന്നത് കേട്ട് അച്ഛൻ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? ആര് സഹായത്തിനുണ്ടെങ്കിലും പാണ്ഡവന്മാരെ നശിപ്പിക്കാനുള്ള കഴിവ് കുരുവംശത്തിനുണ്ട് അച്ഛാ. കുരുവംശം പാണ്ഡവന്മാരെ നശിപ്പിച്ചിരിക്കും. ധൃതരാഷ്ട്ര ഇത് കേട്ടപ്പോഴേക്കും മക്കളോടുള്ള സ്നേഹം കൊണ്ട് ഒരു ബോധവും ഇല്ലാത്ത പോലെ നേരെ ഗാന്ധാരിയോട് പറയാണ്, അല്ലയോ ഗാന്ധാരി, നിന്റെ പുത്രൻ ഇതാ താഴെ വീഴുന്നു. ദുർമതി ദുർബുദ്ധിയായിരിക്കുന്ന വലിയ മാനിയായിരിക്കുന്ന അവൻ എൻ്റെ ഉപദേശമൊന്നും കേൾക്കുന്നില്ല. മനസ്സിലായില്ലേ ഗാന്ധാരി നിനക്ക്? ഞാൻ പറയുന്നതൊന്നും നിന്റെ മക്കൾ കേൾക്കുന്നില്ലാന്ന്. ഉടനെ ഗാന്ധാരി വന്നിട്ട് നേരെ ദുര്യോധനനെ അങ്ങ് നന്നായിട്ട് വഴക്ക് പറഞ്ഞു. വൃദ്ധന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കാത്ത ഐശ്വര്യ ഭ്രാന്ത, ദുർമതേ, ബുദ്ധിയില്ലാത്തവനെ, അച്ഛനെയും അമ്മയൊക്കെ അവഗണിച്ചുകൊണ്ട് നീ നരകത്തിലേക്കാണോടാ പോകുന്നത്? ശത്രുക്കൾക്ക് സന്തോഷവും എനിക്ക് ദുഃഖവും നൽകാണോടാ നീ ചെയ്യുന്നത്? ഭീമന്റെ സഹിക്കാൻ പറ്റാത്ത ഗത കൊണ്ടുള്ള അടി കിട്ടുന്ന സമയത്ത് നീ നിന്റെ അച്ഛന്റെ വാക്ക് ആലോചിക്കടാ. നീ നോക്കിക്കോ. ഇത്രയും പറഞ്ഞ് ഗാന്ധാരി അങ്ങ് ദേഷ്യം കൊണ്ടങ്ങ് തുള്ളി. വ്യാസനും ധൃതരാഷ്ട്രവും എഴുന്നേറ്റിട്ട് പല രീതിയിലും ദുര്യോധനനെ അങ്ങ് ഉപദേശിച്ചു. എന്നാൽ കൂടിയും ദുര്യോധനൻ മാറുന്നില്ല. ധൃതരാഷ്ട്രയെ ഉപദേശിച്ചു. മകനോടുള്ള സ്നേഹം കൊണ്ട് ധൃതരാഷ്ട്രം മാറുന്നില്ല. നിസ്സഹായമായ തൻ്റെ അവസ്ഥയിൽ വല്ലാതെ അങ്ങ് വിഷമിച്ചു ധൃതരാഷ്ട്രം. കാരണം മകൻ എന്തു പറയുന്നു അതേ അദ്ദേഹം കേൾക്കൂ. മകനോട് അങ്ങ് എതിർത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, മകനോടുള്ള സ്നേഹം. എങ്കിലും കൃഷ്ണനെ കുറിച്ച് കൂടുതൽ അറിയാൻ ധൃതരാഷ്ട്രർക്ക് ആഗ്രഹമുണ്ട്. സഞ്ജയൻ എന്ത് ചെയ്തു? കൃഷ്ണന്റെ മഹത്വത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും അങ്ങ് വിവരിച്ചു കൊടുത്തു. അതെല്ലാം കേട്ട് ധൃതരാഷ്ട്രർക്ക് കൃഷ്ണനില് ഭയങ്കരം ശ്രദ്ധയും ഭക്തിയും ഉണ്ടായി. കൃഷ്ണനെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ആൾക്കാരില് അസൂയയും അന്ധനാകയാൽ കൃഷ്ണന്റെ ദിവ്യമംഗള വിഗ്രഹവും നേരിട്ട് കാണാൻ സാധിക്കാത്തതിൽ വിഷമവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. ധൃതരാഷ്ട്ര ചിന്തിക്കുകയാണ്, കൃഷ്ണനെ അങ്ങ് നേരിട്ട് കാണാൻ ഒത്തിരി പേർക്ക് സാധിക്കുന്നുണ്ടല്ലേ, ഇത്രയും സംഭവ ബഹുലമായ കൃഷ്ണനെ നിങ്ങൾക്കൊക്കെ നേരിട്ട് കാണാമല്ലേ, നിങ്ങളോടൊക്കെ എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. അതുപോലെ കൃഷ്ണന്റെ ഒരു ദിവ്യമംഗളമായ വിഗ്രഹം പോലും എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ, എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്, വിഷമവുമുണ്ട്. ധൃതരാഷ്ട്ര പറയാം. ഇനി നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? പഴയ ബോറിംഗ് ഒക്കെ പോയോ?
നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെ ശ്രദ്ധിക്കേണ്ട, അവരവരെ പാട്ടിന് ഇട്ടിട്ട് പോട്ടെ. ഭയങ്കര ശല്യമാണെങ്കിൽ നമുക്കങ്ങ് ബ്ലോക്ക് ചെയ്യാം, അത്രയും. ഭഗവാൻ അറിയാത്ത ആൾക്കാരല്ലേ, നമുക്ക് അവരോട് ക്ഷമിക്കാം. ആ ബോറിംഗ് പോയോ? സനത് സുജാത മഹർഷിയുടെ ഉപദേശവും വിതുരരുടെ ഉപദേശമൊക്കെ നമുക്കൊരല്പം ബോറിംഗ് ആയിരുന്നു. അതൊക്കെ മാറി ഇപ്പം കാര്യത്തിലേക്ക് വന്നപ്പോൾ സന്തോഷമായില്ലേ? അപ്പം നാളെ രാവിലെ 6:30 അല്ലെങ്കിൽ 7:30 നോക്കാം. നമുക്ക് എൻ്റെ ജപം 5 മണിക്കാണ് കഴിയുന്നെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ടി വരും. കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ വരാം. നോക്കാം, മാക്സിമം നമുക്ക് 6:30 തന്നെ തുടങ്ങാം കേട്ടോ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഇല്ല, നേരത്തെ നിർത്തിയില്ലേ മാതാജി? സമയം നോക്കൂ, ഇവിടെ 10:34 ഇനി ഞാൻ അടുത്ത ഒരു അധ്യായം എടുക്കുകയാണെങ്കിൽ അത് 10:45 തീരില്ല. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. നമ്മൾ ഓൾറെഡി 10:30 നിർത്തുന്നതാണ്. ഇപ്പോൾ 10:34, 35 ഇനി 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ പുതിയ അധ്യായം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തീരില്ല. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും മഹാഭാരതം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നു മഹാഭാരതത്തെക്കുറിച്ച്. കേൾക്കാൻ രസമുണ്ട്. കൗരവരെയും പാണ്ഡവരെയും ഒക്കെ ശരിക്കും വേർതിരിച്ച് എന്താ പറയുക, തീർച്ചയായിട്ടും അയാൾ ഇനി മെസ്സേജ് ഇട്ടാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. എന്താ പറയുക, നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലേ? അപ്പം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ്റെത് ലഭിക്കട്ടെ. നാളെ ഏകാദശിയാണ്. എല്ലാവരും ഏകാദശി എടുക്കുക. നാളെ 10-ാം തീയതി പാരണ വീടേണ്ട സമയം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും, പേജിലും വരുന്നതായിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ പവനപ്രിയേഷൻ കി ജയ്. ഹരേ കൃഷ്ണ.